പ്രൈസ് ലോർഡ്. വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തുവല്ലോ. നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസത്തിലായിരിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയിലെ ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ ഈവനിങ് ടൈമിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, പ്രത്യേകമായി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് കൂടെ നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായ കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായ കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. വൻ കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കൾക്ക് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരണം. കുറവശങ്ങളെ ക്ഷമിച്ചാട്ട്, ദൈവകൃപ പകർന്നാട്ട്, സിസ്റ്റർ നെറ്റ്വർക്ക് സകലതോടത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, 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 അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനം ചെയ്തു. നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് വളരെ സീനിയറായിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനും കുടുംബവുമാണ്. പാസ്റ്റർ KC കുര്യൻ ആൻഡ് വത്സമയ ആൻറ്റി. ആൻഡമാൻസിൽ ദീർഘവർഷങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ദീർഘവർഷങ്ങൾ കർത്താവ് വേല ചെയ്ത വലിയ അനുഭവ സമ്പത്തുള്ള ഒരു മിഷണറി ഫാമിലിയാണ് നമ്മളോടൊപ്പം ചേർന്ന് വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്റർ അങ്കിളിനെയും വത്സമയ ആൻറ്റിയെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അങ്കിളെ ഇപ്പോൾ സ്ക്രീനില്ല കേട്ടോ, ലൈവിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന് സന്തോഷമുണ്ട് നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ കടന്നു വന്നതിൽ. ആൻഡമാൻസിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അല്ലേ? 11-ാം തീയതി 50 വർഷം തികഞ്ഞു. 50 വർഷം തികഞ്ഞു. നവംബർ 11-ാം തീയതി 50 വർഷം തികഞ്ഞു. ഏത് ഡേറ്റിലാണ്? നവംബർ 11-ാം തീയതി 50 വർഷം തികഞ്ഞു. നവംബർ 11. അപ്പോൾ ഇതൊരു നല്ല മാസമാണല്ലോ. അതെ, നല്ല മാസമാണ്. അപ്പം നമ്മൾ നാളെ റെക്കോർഡിങ് ചെയ്യുന്നതും 50 വർഷം തികയുന്നതിൻ്റെ ഒരു സമയത്ത് അതും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു നിയോഗമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. ഞാൻ എപ്പോഴും പറയും മക്കളെ, ആസാദിയിലെ നമുക്ക് സാക്ഷ്യം പറയാൻ ആളുകൾ വരുമ്പോൾ മിക്കവാറും അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ടൈം, ടെലികാസ്റ്റിൻ്റെ ടൈമൊക്കെ അവരുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട സമയമായിരിക്കും. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കാര്യം നേരത്തെ അങ്ങനെ ഡിസ്കസ് ഒന്നും ചെയ്തില്ല, 50-ാം വർഷത്തിൽ ഈ ടെലികാസ്റ്റ് ചെയ്യണമെന്നൊന്നും. കർത്താവ് ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാമാണ്, പദ്ധതിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള അവസരങ്ങളെയൊക്കെ കർത്താവ് എത്രമാത്രം മാനിക്കുന്നു, അല്ലെങ്കിൽ എത്ര വില കൊടുക്കുന്നു, കർത്താവ് അതിനെ ഓണർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. പ്രൈസ് ഗോഡ്. ഒരു പുസ്തകത്തിൻ്റെ ചില പേജുകൾ ഞാൻ വായിച്ചിരുന്നു, നിങ്ങളുടെ ബയോഗ്രഫിയുടെ. ഒരു രാത്രി കുറേ സമയങ്ങൾ ഞാൻ ഇരുന്ന് വായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. അന്നേരം തന്നെ ഞാൻ മനസ്സിൽ ഡിസൈഡ് ചെയ്ത് ഇനി സമയം കളയാതെ വേഗത്തിൽ അങ്കിളിനെ കൊണ്ടുവരണമെന്ന് ഡിസൈഡ് ചെയ്യുവാനിടയായി തീർന്നു. ആ പുസ്തകത്തിന്റെ പേരെങ്ങനെയായിരുന്നു? മലയാളമാണോ വായിച്ചേ? മലയാളമാണ് വായിച്ചത്. മലയാളമാണ് ആൻഡമാൻസിലെ അത്ഭുത പ്രവർത്തികൾ. ആൻഡമാൻസിലെ അത്ഭുത പ്രവർത്തികൾ മലയാളമാണെന്ന് എനിക്ക് തോന്നുന്നത്. PDF ആയിരുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് മിറക്കിൾ ഓഫ് ഗോഡ് ഇൻ ആൻഡമാൻ നിക്കോബാർ. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിലെ കഥകൾ കേൾക്കാം. അതിനു മുമ്പ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി, നാട്ടിൽ എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും, കുടുംബകാര്യം, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുവാണെങ്കിൽ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. പറയാം. പിന്നെ ഈ 11-ാം തീയതി 50 വർഷം തികഞ്ഞു എന്ന് മാത്രമല്ല, നാളെ എൻ്റെ 76-ാമത്തെ ജന്മദിവസം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. 30-ാം തീയതി. ദൈവത്തിന് സ്തോത്രം. നാളെ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷം. അതെ, ദൈവം എത്ര. അതാ ഞാൻ ഇതിക്കിപ്പം നമ്മൾ ആരും മുന്നേ ക്രമീകരണം ചെയ്തതാണ്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കും വലിയ സന്തോഷമുള്ള വർഷം ഇത്. കാരണം എൻ്റെ ബർത്ത്ഡേ നവംബറില. അപ്പൊ ഈ നവംബറിൽ എനിക്ക് 50 വയസ്സ് തികഞ്ഞു. കൂട്ടത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ 30 വർഷവും തികഞ്ഞു. അപ്പൊ ഞാനും ഒരു വിധത്തിൽ ചർച്ചുമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ച് സെലിബ്രേറ്റ് ചെയ്തൊരു വർഷം. 50 വയസ്സും 25 വർഷം അങ്കിളിന്, 50 വയസ്സും 30 വർഷവും.
അങ്കിളിന് 30 ഓക്കെ. അല്ല, അങ്കിളിന് 50 വർഷമാണ് മിനിസ്ട്രി എക്സ്പീരിയൻസ്. എൻ്റെ പ്രായം അല്ലേ? അതെ അതെ എൻ്റെ അതെ. പ്രായമാണ് അങ്കിളിൻ്റെ ആ മിനിസ്ട്രി അല്ല, എക്സ്പീരിയൻസ്. ദൈവത്തിൻ്റെ സ്തോത്രം. കണ്ടിന്യൂ നേരത്തെ ചെയ്തോ 6 മക്കളെ. വർഷം മലബാറിലും ഉണ്ട്. ഓക്കെ. ഇപ്പം എൻ്റെ വീട് കേരളത്തിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കങ്ങഴ എന്ന് പറഞ്ഞ ഗ്രാമമാണ്. കങ്ങഴ. ഇവിടെ ഞാൻ ജനിച്ചു വളർന്നു. വത്സമ്മയുടെ വീട് ആ, മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാട് എന്ന സ്ഥലം. ആനിക്കാട്. എൻ്റെ പിതാവിൻ്റെ പേര് ഇടവെട്ടാൽ പാപ്പച്ചൻ ഉപദേശി. അപ്പം വത്സമ്മയുടെ പിതാവ് CSIയിൽ ഒരു ഉപദേശിയായിരുന്നു. PP തോമസ് എന്ന് പൊയ്കി എന്ന വീട്ടുപേർ. അപ്പം ഞാന് എനിക്ക് ഞങ്ങൾക്ക് 3 മക്കളെ ആ ദൈവം ദാനം ചെയ്തു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ജൂൺ 6-ാം തീയതി 50 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടു. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മകളുടെ പേര് ബെറ്റ്സി. അവർ കുടുംബമായിട്ട് ഫ്ലോറിഡയിൽ, USA ഫ്ലോറിഡയിൽ താമസിക്കുന്നു. അവർക്ക് 4 കുഞ്ഞുങ്ങളാണ്, 2 ആൺകുഞ്ഞുങ്ങൾ 2 പെൺകുഞ്ഞുങ്ങൾ. രണ്ടാമത്തെ മോള് ബ്ലസ്സി UK താമസിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും ഒരു മോനും. ഇളയ മകളുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന കാനഡയിൽ. ആൻസി എന്ന പേര്. അവർക്ക് 2 കുട്ടികൾ, ഒരു മോനും ഒരു മോളും. അപ്പം കർത്താവിനെ ഏകനായിട്ട് വിളിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഇപ്പം ഞങ്ങള് 3 മക്കള്, 3 മരുമക്കള്, 8 കൊച്ചുമക്കളുമായി. അപ്പോൾ ഞങ്ങള് ആൻഡമാൻസിൽ നിന്ന് ഒരു വിസിറ്റിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇപ്പൊ ഇവിടെ കാനഡയിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. അങ്ങനെ അങ്ങനെ അതാണിപ്പോ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ഇനിയും ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെ കൂടെ ആ പറഞ്ഞാട്ടക്കളെ ഞാൻ കേൾക്കുകയാണ്. ഞാൻ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാനിടയായത്. അപ്പോൾ എൻ്റെ പിതാവ് ആരംഭകാലത്ത് സുവിശേഷകനാകുന്നതിന് മുന്നമേ ലോകപ്രകാരം അല്പം മോശമായിട്ടൊക്കെ ജീവിച്ച ആളായിരുന്നു. ആവശ്യത്തിന് വഴക്കം ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അത് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പിതാവിന്റെ ആ ദുർമാർഗ ജീവിതം മക്കൾക്ക് ആർക്കും ഉണ്ടാകരുതെന്ന് കരുതി താന് മക്കളെ എല്ലാവരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് നയിക്കാൻ പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു. അപ്പോൾ താൻ രക്ഷിക്കപ്പെട്ട ഒരു ദർശനത്തോടെ രക്ഷിക്കപ്പെട്ടു. താൻ അയൽക്കാരനുമായിട്ടൊക്കെ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി. അതിന്റെ കേസ് ഉണ്ടായിരുന്നു. അക്കാലത്ത് ഞങ്ങളുടെ വീട് കോട്ടയത്തു നിന്ന്, അല്ല, കങ്ങഴയിൽ നിന്ന് പാലായിക്ക് പോകണം. കോർട്ടിൽ പോകുന്ന വഴിക്ക് പൊന്തമ്പഴ വനത്തിൽ വെച്ച് തനിക്കൊരു ദർശനം ഉണ്ടായി. മകനെ, നിന്റെ ഹൃദയം എനിക്ക് താ, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ എന്ന് ശബ്ദം കേട്ടു. താൻ ആകപ്പാടെ പള്ളിയിൽ പോയത് ചെറുപ്പത്തെ ഒരു CSIയിലായിരുന്നു. സ്ഥാനപ്പെടുത്താൻ കൊണ്ടുപോയി കാണും. പിന്നെ കല്യാണത്തിന് പോയി, പിന്നെ പോയിട്ടില്ല. ബൈബിൾ വായിക്കത്തില്ല. ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യമുണ്ട് തന്റെ ജീവിത രീതി. അപ്പൊ തനിക്ക് ഈ ഒരു വാക്യം വേദവസ്തുത്തിന്റെ ആണെന്നൊന്നും അറിയില്ല. ആരോ തന്നെ കബളിപ്പിക്കാനാണ്. നിങ്ങളുടെ വനത്തിൽ വെച്ചല്ലേ. അപ്പൊ വെളുപ്പാക്കാട്ടായിട്ട് ചൂട്ടുകറ്റയും കയ്യിലുണ്ട്. പിന്നെ അങ്ങ് നടന്നു 1 കിലോമീറ്റർ, 1 മൈൽ കഴിഞ്ഞപ്പോ പിന്നെ ഇതേ ശബ്ദം. അപ്പൊ തന്റെ പഴയ മൂടല്ല, താൻ ആകപ്പാടെ പൊട്ടിപ്പോയി, കരഞ്ഞു. അവിടെ കിടന്ന് കരഞ്ഞു മുട്ടുകുത്തി. ആരാ എന്നോട് സംസാരിക്കും? ദൈവമായിരിക്കാം. അപ്പൊ എന്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഒരു 6 അടി 2 ഇഞ്ച് നീളമാണ്, നല്ല വണ്ണമാണ്. അമ്മ ഒരു 5 അടി നീളവും. പക്ഷെ അമ്മ നല്ലപോലെ പ്രാർത്ഥിക്കും. അപ്പൊ അമ്മയുടെ പ്രാർത്ഥനയാണ് അച്ഛനെ പിടിച്ചത്. അപ്പൊ അച്ഛനെ പോയി പിന്നെ ഓടി കോർട്ടിൽ ചെന്നു. അങ്ങനെ കേസൊന്നും കുഴപ്പമില്ലാതെ തിരിച്ചു കളഞ്ഞു, പിടിച്ചു വിട്ടു. പക്ഷെ അന്ന് മടങ്ങി വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, ഇങ്ങനൊരു വാക്യം വേദോസ്തവത്തിലുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് അത് ശരിയായിട്ട് അറിയില്ലാത്തതുകൊണ്ട് അടുത്തൊരു സുവിശേഷം ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു വാക്യമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് സദൃശവാക്യം 23:26. എന്നാൽ ഇന്ന് എനിക്കൊരു ദർശനം ഉണ്ടായി, ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത് വലിയ സന്തോഷമായി പോയി. അങ്ങനെ താൻ രക്ഷിക്കപ്പെട്ടു. താൻ ജീവിതത്തിൽ വലിയ ഒരു മാതൃകയുള്ളവനായി. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന തുടങ്ങി. താന് പാപങ്ങളെ എല്ലാം ഉപേക്ഷിച്ചു. വീഡിയോയും സിഗരറ്റും പാനും ഒക്കെ ഇഷ്ടം മുറുക്കാനൊക്കെ കയ്യിലുണ്ട്, അതെല്ലാം എടുത്ത് കളഞ്ഞു. അത് പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അന്ന് താൻ തീരുമാനിച്ചു, എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളാരും ഈ ലോകത്തിന്റെ ദോഷ വഴി പോകാതിരിക്കാൻ അവരെ ദൈവവഴിയിൽ വളർത്തണമെന്ന് ആഗ്രഹിച്ചാത്ത കുടുംബ പ്രാർത്ഥന. ഞങ്ങളുടെ വീടിനടുത്തൊരു ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു, അതിനൊരു ഇഷ്ടമായിട്ടുണ്ട് അവിടെ. പിന്നെ സൺഡേ സ്കൂള്, അവിടെയൊക്കെ ഞങ്ങൾ പഠിച്ചു. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. മൂത്ത മക്കളെ എല്ലാം അച്ഛൻ ബൈബിൾ സ്കൂളിൽ അയച്ചു. കുഞ്ഞുങ്ങളെ 2 പേര് സുവിശേഷകരെ കൊണ്ട് കല്യാണം കഴിച്ചു. രണ്ടാമത്തെ മൂത്ത മോളും അവർ ഭർത്താവ് മലബാറിലായിരുന്നു സുവിശേഷകര്. രണ്ടാമത്തെ ആള് തലവടി തമ്പാച്ചി ഉപദേശി എന്ന് പറയും. അവര് മൈസൂരിലായിരുന്നു, കർണാടകത്തിലായിരുന്നു സുവിശേഷകര്.
മൂന്നാമത്തെ ആൾ മണിപ്പൂരിൽ അയച്ചു. ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് അയച്ചു. അപ്പൊ എന്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, ഞാൻ ഈ വീട്ടിലെ ഈ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറ്റി ജോലിയൊക്കെ ചിലപ്പോൾ സമ്പാദിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിച്ച് ഞാൻ മൈസൂരിൽ പോയി, അളിയൻ്റെ കൂടെ പോയി. അങ്കോല ആശ്രമത്തിൽ പോയി നിന്ന് കർണാടകം പഠിക്കാനായിട്ടും ടൈപ്പ് സ്പീഡ് എഴുതാനൊക്കെ പോയി. അവിടെ നിൽക്കുമ്പോൾ ആ ദൈവം എന്നെ വിളിച്ചത് 1968 ജൂലൈ മാസത്തിൽ എന്നെ വിളിച്ചു ദൈവം. ഞാൻ ഒത്തിരി ഒഴിവുകൾ പറഞ്ഞു. ഒടുവിൽ ഞാനൊരു ഒഴിവ് പറഞ്ഞത്, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഇച്ചിരി ദൂരം ഞാൻ പൊന്നുവേലി CMS സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് 5 മൈൽ ദൂരം പോകണം. ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോഴത്തേക്ക് അസംബ്ലിയിലേക്ക് ഞാൻ തല ഇറങ്ങി വീഴും. കാരണം രാവിലെ ഒന്നും കഴിക്കാതാ പോകുന്നത്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകാം, പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ലോകത്തിൽ എവിടെ അയച്ചാലും പോകാം, പക്ഷെ ഒരു കണ്ടീഷൻ, എനിക്ക് വിശക്കരുത്. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, ഞാൻ തല കറങ്ങി വീഴും. അങ്ങനെ ഞാൻ ദൈവവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചത് ചെയ്യാപ്പതിന് 55-ാം അധ്യായത്തിന്റെ വാക്യത്തിലൂടെ, എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങൾ, നിന്റെ വചനങ്ങൾ എന്റെ വിചാരങ്ങളല്ല എന്നുള്ള വാക്യത്തിലൂടെ ദൈവം എന്നെ വിളിച്ചത്. 58-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവ എല്ലായ്പ്പോഴും നിന്നെ നടത്തും, നിന്റെ വരണ്ട നിലത്തിന് നിന്നെ വിശപ്പടക്കി നടത്താവുന്ന ഒരു വാഗ്ദത്തം കിട്ടി. അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ അവിടുന്ന് അളിയനോട് പറഞ്ഞ, അവിടുത്തെ അച്ഛൻ, അതിന്റെ ചുമതലക്കാർ അച്ഛനോട് യാത്ര ചോദിച്ച്, അളിയനോട് യാത്ര ചോദിച്ച് ഞാൻ കേരളത്തിൽ വന്ന, ഞാൻ ഇന്ത്യ യവരിഹോം ക്രൂസൈഡ് എന്നൊരു സംഘടനയിലാണ് ചേർന്ന്. അവിടെ കോട്ടയത്ത് അതിന്റെ ഓഫീസ്. അവിടെ ചേർന്നിട്ട് അവരെന്നെ നിലമ്പൂരേക്ക് അയച്ചത്. നിലമ്പൂർ 1968 ആഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ നിലമ്പൂര്, എടക്കര, ചുങ്കത്തറ, മണിമോളി, വഴിക്കടവ്, അങ്ങനെ പോയി ഗൂഡല്ലൂർ വരെ ആ വഴി പോയി, പിന്നെ തിരിച്ച് പിന്നെ പരപ്പനങ്ങാടി, കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, വടകര, അങ്ങനെ ആ ഭാഗത്തൂടെ പോയി വയനാട്ടില് അമ്പലവയൽ, അടിവാരമുണ്ട്, അമ്പലവയൽ, ബാലുശ്ശേരി, നന്മണ്ട, ഈ ഭാഗങ്ങളിലുള്ള എല്ലാ വീടുകളിലും കയറി സുവിശേഷം പറയും. അതായത് ആ സംഘടനയുടെ രീതി, ഒരു പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടുത്തെ മാപ്പ് എടുത്ത് വാങ്ങിച്ചിട്ട് എത്ര വീടുണ്ട് അത്രയും വീട്, ഞങ്ങൾ 6 പേര് ഒരു ടീമിൽ കാണും. 2 പേര് വീതം രാവിലെ 8 മണി മുതൽ 1 മണി വരെ രണ്ട് ട്രാക്ട് എല്ലാ വീടുകളും കൊണ്ട് കൊടുക്കും. അത് ആരുടെ വീട് വിടാൻ പാടില്ല, എവരി ഹോമ. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വയനാട്ടിൽ പോയി. സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, കുഴകപ്പാറ, അങ്ങനെ പോയി ഫ്രോണ്ടിയർ, മൈസൂർ അതിർത്തി വരെയുള്ള വീടുകൾ. ഇതിനിടയ്ക്ക് ദൈവം എന്നെ അയച്ചത് തമിഴ്നാട്ടിലെ നോർത്ത് ആർക്കാട് ഡിസ്ട്രിക്റ്റില് പോളൂർ, ആമ്പൂർ, കുടിയാത്തം, വലജ റോഡ്, കാട്പാടി, വെല്ലൂർ, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളുടെ എല്ലാ വീടുകളിലും പോയി സുവിശേഷം അറിയിപ്പാനിടയായി. അങ്ങനെ അതുപോലെ ട്രിവാൻഡ്രം സിറ്റിയിൽ, മദ്രാസ് സിറ്റിയിൽ ഒക്കെ പോയുള്ള അവിടെയൊക്കെ പ്രത്യേക മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. എല്ലാം ഇതുപോലെ വീടുകളിൽ കയറി സുവിശേഷം പറയുക ആണ്. ബാക്കിയുള്ള സമയം നമുക്ക് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രാർത്ഥിക്കുകയോ സുവിശേഷം പറയുകയോ അടുത്തുള്ള ചർച്ചകളിൽ പോയി മീറ്റിംഗ് കൂടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ എനിക്കിഷ്ടം പരസ്യയോഗം നടത്താന്നുള്ള. ഞാൻ തന്നെ പോയി, മൈക്കൊന്നുമില്ല, ഒരു ബൈബിളും കാണും, ഒരു കുറെ ട്രാക്റ്റും കാണും. പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി ഒക്കെ നിന്ന് ഞാൻ തന്നെ പരസ്യയോഗം നടത്തും. മറ്റൊരാളും വരത്തില്ല, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അപ്പം അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആവോളം ചെയ്തു. വയനാട്ടിൽ ഞാൻ കാഞ്ചീപുരത്ത് താമസിക്കുമ്പോഴത്തെ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇത് ഈ 50 വർഷത്തിൽ പഴത്തില്ല, 68 മുതൽ 74 ഞാൻ ആൻഡമാൻസിൽ പോകുന്നു. ആദ്യത്തെ 6 വർഷം മലബാറിലായിരുന്നു. മലബാറിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. കാഞ്ചീപുരത്ത് ഞങ്ങൾ ഉത്തരമോരൂർ എന്നൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ രാവിലെ ഞങ്ങൾ മാപ്പെടുത്ത് നോക്കി, ഞങ്ങൾക്ക് പോകേണ്ടത് 20 വില്ലേജ് പോകണം. അപ്പൊ സൈക്കിൾ ഞങ്ങൾ വാടകയ്ക്ക് എടുക്കും. അവിടുത്തെ റോഡൊക്കെ ഈ കരിമ്പത്തോട്ടത്തിൽ ഇടയ്ക്കൂടുള്ള ചെറിയ വഴിയാണ്, നല്ല മിനുസമാണ്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷിപ്പാനൊന്നും കിട്ടത്തില്ല. അപ്പൊ അവിടെ കടലയുണ്ട്, നിലക്കടല വളയുന്നു. അവിടുത്തെ ആളുകളോട് തമിഴിൽ യേശുവിനെ കുറിച്ചാന്ന് പറയുമ്പോൾ വലിയ ഒരു ഭക്തിയുണ്ട്. അവർ കടല വാരിത്തരും, അതും വഴിയിൽ വെള്ളവും കുടിച്ച് ഞങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള വില്ലേജുകളിൽ എന്താ പറയുന്നത്, ഉയർന്ന വില്ലേജുണ്ട്, താഴ്ന്ന വില്ലേജുണ്ട്. പിന്നെ സമൂഹത്തിൽ ഉയർന്നവർ താമസിക്കുന്നുണ്ട്, താഴ്ന്നവർ താമസിക്കുന്നു. അപ്പൊ ഈ താഴ്ന്നവർ താമസിക്കുന്നത് കള്ളുകടയുണ്ട്, അതിനടുത്ത് വട വയ്ക്കും. അവിടുന്ന് വട മേടിക്കും. വേറെ ഒന്നും അവർ ചിക്കനൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒന്നും മേടിക്കത്തില്ല. ഇതൊക്കെ തിന്നിട്ട് ഞങ്ങള് ഒരു ദിവസം ഞങ്ങൾ സന്ധ്യയ്ക്ക് 5 മണിക്ക് ഇങ്ങനെ തിരിച്ചു വന്ന് റോഡിൽ കയറിയപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് 85 മൈൽ ദൂരം ഒന്ന് ബോർഡിൽ എഴുതിയിരിക്കുന്നു, ഉത്തരപൂർവ്വം 85 കിലോമീറ്റർ. ഇനി ഞങ്ങൾ ഇത്രയും ദൂരം സൈക്കിളിൽ ഓട്ടം രാവിലെ മുതൽ ചവിട്ട് തുടങ്ങിയതാ.
ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്തൊരു വഴി ഒരുക്കണമേ. ആളുകളോട് ഇതിലെ ബസ് വല്ലതും ഉണ്ടോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് വന്നു. ചുമ്മാ കൈ കാണിച്ചു. അവർ നിർത്തി. ഞങ്ങളുടെ സൈക്കിൾ അതിന്റെ മണ്ടേ കയറ്റി ഇട്ടിട്ട് ആ 85 കിലോമീറ്റർ സൈക്കിള് ചവിട്ടാതെ മടങ്ങി വരാനിടയായത്. അപ്പൊ അങ്ങനെ ദൈവം എന്നോട് വാക്ക് പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉറപ്പിക്കുകയാണ്. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കാം. ഒരു ദിവസം പോലും ഞാനും എൻ്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ പട്ടിണി കിടക്കേണ്ടി വന്നില്ല. എന്തോ കഴിച്ചെന്നുള്ളതല്ല, പട്ടിണി കിടക്കേണ്ടി വന്നില്ല, ഉപവാസം എടുത്തത് കൂടാതെ. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. പരപ്പനങ്ങാടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പെരുന്തൽമണ്ണ പ്രവർത്തിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടു സഹോദരനും കൂടെ കുറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. 2 സൈഡ് വയലിന്റെ സൈഡിലുള്ള വീടുകളെല്ലാം സുവിശേഷം അറിയിക്കുക. അപ്പൊ അതിലധികം ബസ്സൊന്നുമില്ല. ഇനിയുള്ള ഒരു ബസ് 1:30 ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി, പിന്നെ റബ്ബർ തോട്ടം അങ്ങ് മേലുള്ള റബ്ബർ തോട്ടമാണ്. രണ്ടുപേരും കൂടെ കൂടി കണ്ടു. ബസ് അപ്പോഴത്തെ മണി 1:15. ഞങ്ങളിപ്പോ അവിടുന്ന് ഇനി ഓടി വന്നപ്പോൾ 1:30 ബസ് ചിലപ്പോൾ കിട്ടിക്കും, അല്ലേ പിന്നെ 3:30 ഉള്ളു ബസ്. അപ്പൊ മേലെ റബ്ബർ തോട്ടത്തിൽ ഒരു വീട് കാണിച്ചു. ആ വീട് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, മനസ്സിന് കുത്തല്. ആരും അറിയില്ല, ഇട്ടിട്ട് പോയി ആരും ഒന്നും പറയത്തില്ല. പക്ഷേ നമ്മൾ എവരി ഹോം ആ വീടോട് നോക്കണമല്ലോ. ഞാൻ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, 1 കിലോമീറ്റർ പോകണം, മേലോട്ട് കുന്നു കയറി പോകണം. ബസ് പോയി പോട്ടെ, 3:30 ബസ്സിന് പോവാം, നമുക്ക് ആ വീടോടെ കയറാം. ഞങ്ങൾക്ക് അന്ന് ഈ റംസാന്റെ കാലമാകൊണ്ട് ഒരു വെള്ളം കിട്ടത്തില്ല, കടകളെല്ലാം അടപ്പാം. കട മുമ്പിലെ പിള്ളേർ ഈ പാട്ടം കൊണ്ട് നിൽക്കും. വെള്ളം കുടിച്ചാൽ അവർക്ക് പാട്ട കൂട്ടി കളിയാക്കുക. അവരുടെ രീതി അങ്ങനെ റംസാൻ കാലത്ത്. അപ്പൊ ഞങ്ങൾ രാവിലെ മുതൽ വെള്ളമൊന്നും കുടിച്ചില്ല. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവനാമത്തിന് വേണ്ടി ആ വീട്ടിൽ കയറാനായിട്ട് തീരുമാനിച്ച് കയറി ചെന്നു. ഒരു കാക്കി ഇട്ട ഒരാള് നുരിഞ്ഞ് കാലുമൊക്കെ കഴുകുക. അപ്പൊ ഞങ്ങളങ്ങ് അടച്ചു. അവള് പറഞ്ഞ് ഞങ്ങൾ സുവിശേഷകരാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞങ്ങൾ ഓർഡർ കൊടുത്തു. അകത്ത് ഫിലിപ്പേ ഈ രണ്ട് നാരങ്ങ വെള്ളം കൂടെ കൊടുത്തു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് ആള് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി നാരങ്ങ വെള്ളം തന്നിട്ട് ഞങ്ങളെ പോട്ട് വണ്ടി പോകുന്നു, ഇല്ല കഴിച്ചിട്ടേ പോകാം. അതേ ഞങ്ങളെ കഴിപ്പിച്ച സ്റ്റേറ്റിന്റെ റൈറ്ററായിരുന്നു, എൻ്റെ സൂപ്രണ്ടായിരുന്നു. അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടണത്തിൽ വന്നപ്പോ ഞങ്ങളന്ന് സുഭിക്ഷമായി വരണ്ട നിലത്തിലും ദൈവം നമ്മുടെ വിശപ്പടക്കി എന്നിട്ട് ഒരു തെളിവ് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഒത്തിരി വേണ്ടത് ഞാൻ പറയാം, എൻ്റെ മനസ്സിലായി അത് വേറെ പറയാം. അപ്പോൾ അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ നടത്തി. ഞാൻ തൃശ്ശൂർ പ്രവർത്തിക്കുമ്പോൾ, നെല്ലിക്കുന്ന് താമസിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ രണ്ടുപേര് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പുല്ലുവര കണ്ടു. ഞാൻ വിളിച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അകത്തുനിന്ന് ഒരു ശബ്ദം വന്നു. ഉണ്ട്, അകത്തോട്ട് വരാം. ഒരു പുരുഷന്റെ ശബ്ദമാണ്. അവിടെ കയറി ചെന്നപ്പോൾ ഒരു ദൈവദാസന് ആദ്യമായിട്ട് ഒരു വേല ആരംഭിക്കുക. അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികൾ ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു ഇവിടെ വന്നൊരു വേല ആരംഭിക്കുക, അതിന് ഞാൻ വന്നതാ, ഉപവാസത്തിലാണ് ഞാൻ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞോണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മകനെ, നിന്റെ ഭാവി ശുശ്രൂഷ ദ്വീപുകളില്ല. ഏത് ദ്വീപൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാഗസിൻ എൻ്റെ കൈ കിട്ടി. അത് ഇന്ത്യ യൂരിയോസയുടെ ഒരു മാഗസിനാണ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദ്വീപുകൾ യഹോവയുടെ വചനത്തിനായിട്ട് കാത്തിരിക്കുന്നു. അത് യെശയ്യാ 42:4. ദ്വീപുകൾ യഹോവയുടെ വചനത്തിനായിട്ട് കാത്തിരിക്കുന്നു. ഇത് രണ്ടും കൂടി ഏതോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എവിടെയോ ദ്വീപിൽ പോകാനായിട്ട് ദൈവത്തിന്റെ ഒരു ക്രമീകരണമാണെന്ന് എനിക്ക് തോന്നി. ഒരു വർഷം കഴിഞ്ഞപ്പം യൗരിയോസാടി 24 പേരെ എൻ്റെ മനസ്സിൽ കൊണ്ടു. 6 മലയാളി, 6 തമിഴ്, 6 ബംഗാളി, 6 തെലുങ്ക്. അപ്പൊ അങ്ങനെ 24 പേരെ കൊണ്ടുപോയി 2 മാസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉള്ള വീടുകളിൽ സുവിശേഷം അറിയിക്കാൻ കൊണ്ടുപോയതാ. ഡിസംബർ ആയപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചു പോന്നു. കപ്പലിന്റെ അനുസരിച്ച് കൽക്കട്ടക്കാർ പോയി, പിന്നെ ആന്ധ്രാക്കാർ പോയി, തമിഴർ. പിന്നെ ഞാനും 1-2 പേര്, ഞാൻ 2 പേരെ ശിക്ഷിച്ചു. അപ്പോഴ് അവിടെ എന്നെ കൊണ്ടുപോയ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു, ഈ ആൻഡമാൻസിൽ ബൈബിൾ കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്കൊരു ബൈബിൾ സ്റ്റാൾ ഇവിടെ തുടങ്ങാൻ പോവാം, അതിന് കുര്യച്ചൻ അതിന്റെ ചുമതല വഹിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം പറയാം. പലരോട് ചോദിച്ചാൽ ആരും സമ്മതിച്ചില്ല, കാരണം ആൻഡമാൻസ് അങ്ങനെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആരും സമ്മതിക്കാതെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനും 2 ദിവസം കഴിഞ്ഞ് പറയാം. അപ്പോൾ എനിക്ക് ആ പ്രവചനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, നിന്റെ ഭാവി ശുശ്രൂഷ ദ്വീപുകളിലാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് എന്ന് പറഞ്ഞു. അന്ന് അത് 1974 ഡിസംബർ 29 ആൻഡമാൻസിൽ ഒരു ആദ്യത്തെ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാൾ തുടങ്ങി. അതിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം പോരുന്നില്ല. പോരുന്നതിന് മുമ്പ്
അവിടുത്തെ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് കുറച്ച് ദൂരെയാ, 8 മൈൽ, ബോട്ടെ പോയ 8 മണിക്കൂർ പോകണം. ഞാന് അവിടെ ആദ്യം ഞങ്ങള് വീടുകളിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബംഗാളി ട്രാക്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബംഗാളി ട്രാക്ട് കൊടുക്കാനായിട്ട് ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരു ശേഖർ എന്ന് പറഞ്ഞ ആന്ധ്രക്കാരൻ ബ്രദറും കൂടെ അവിടെ പോയി. രാത്രിയിലെ ബോട്ടിന് ഞങ്ങൾ പോയി, രാവിലെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ ഈ ബോട്ടിന്റെ പ്രോഗ്രാം നിക്കോബാർ രാവിലെ ചെല്ലും, അവിടുന്ന് വൈകിട്ട് 10 മണിക്ക് വിടും. പിറ്റേ ദിവസം രാവിലെ നിക്കോബാർ ചെല്ലും, അവിടുന്ന് രാത്രി വിടുമ്പോൾ തിരിച്ചത് ഇവിടെ അഡ്ബി വന്നിട്ട് ലിറ്റിൽ ആൻഡമാനിൽ വന്നിട്ട് കോട്ടൂർ വരും. അപ്പൊ ഞങ്ങൾക്ക് ഈ ബോട്ടിൽ തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. എന്നാൽ സംഭവിച്ചത് അങ്ങനല്ല. ഞങ്ങളവിടെ ചെന്നിറങ്ങി, ഞങ്ങൾക്കൊരു പരിചയമുള്ള ഒരാളുടെ അഡ്രസ്സ് തന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങൾ സാധനം എല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പരിചയം കൊണ്ട് 2 സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് 22 കിലോമീറ്റർ ചവിട്ടി. രാത്രി കപ്പലെ ബോട്ടെ വന്നതിന് ശേഷം 22 കിലോമീറ്റർ ചവിട്ടി ആ ബംഗാളിക്കാരുടെ ഇടയിലുള്ള വീടുകളിലെല്ലാം സുവിശേഷം അറിയിച്ചു. ഞങ്ങൾ സന്ധ്യയായപ്പോൾ മടങ്ങി വന്നപ്പോൾ കണ്ടത് ഞങ്ങളുടെ ബാഗെല്ലാം ആ വീടിന്റെ വെളിയിലിരിക്കും. ഇതെന്തോ പറ്റിയെന്നൊക്കെ ഇങ്ങനെ അടുത്തുള്ള ആളിനോട് അന്വേഷിച്ചപ്പം അവര് പറഞ്ഞു, ഈ വീട്ടുകാരനും ഭാര്യയും നാട്ടിൽ പോയി, ഇന്ന് പോയ കപ്പലിൽ പോയത്. ഞാൻ പറഞ്ഞു, ഇന്ന് കപ്പൽ പോയോ? ആ, ഇവിടെ നിക്കോബാറിലുള്ള കപ്പൽ ആ യാത്ര ക്യാൻസൽ ചെയ്തു. ആ വന്ന ബോട്ടേല് ഒരു ഡൽഹിയിൽ നിന്ന് ഒരു MP ഉണ്ടായിരുന്നു. അയാൾക്ക് നെഞ്ചിനകത്ത് വേദന വന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തിരിച്ചു പോയപ്പം പോകാനുള്ള ആളുകളെ കൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് ഈ വീട്ടുകാരനും പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചത്, ഞങ്ങളുടെ കയ്യിൽ വേറെ പണമൊന്നുമില്ല. ഈ തിരിച്ചു പോകാനുള്ള പണത്തിന് യാത്രക്കൂലിക്ക് വേണ്ടിയുള്ള പൈസ മാത്രം. ഒരു ജോഡി ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. വേറെ പരിചയക്കാർ ആരുമില്ല. ഇത് 1975 കാര്യമാണ്. അന്ന് ഞങ്ങൾക്ക് അധികം ഹിന്ദിയൊന്നും എനിക്ക് ഹിന്ദി അറിയില്ല, മറ്റേ അദ്ദേഹത്തിന് തെലുങ്ക് അറിയാം, എനിക്ക് മലയാളം അറിയാം എന്നുള്ളതല്ലാതെ പിന്നെ ആരും പരിചയക്കാരുമില്ല അവിടെ. അപ്പൊ ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചു. ഇനി ഭക്ഷണം കഴിക്കാൻ ഇനി എപ്പോഴാ? അപ്പൊ അയൽക്കാരോടൊക്കെ ചോദിച്ചു, ഇനി എപ്പോഴാ കപ്പൽ വരുന്നേ? അപ്പൊ അവർ പറഞ്ഞു, ഇനി ഒരു 30-35 ദിവസം കാലം പക്ഷെ ഇപ്പോൾ വരത്തും. ഇത് ഞങ്ങൾ ആകെപ്പാടെ ഞെടുക്കിപ്പോയി. പൈസയില്ല, കൊടുക്കാൻ ഡ്രസ്സ് കൊണ്ടുവന്നില്ല, ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. ട്രാക്ട് കൊണ്ടിട്ട് കുറച്ച് ട്രാക്റ്റേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം തെലുങ്ക് സംസാരിക്കുന്ന ആളായതുകൊണ്ട് അവിടെ തീരത്ത് ഒത്തിരി കുടികളുണ്ട്. അവിടെ പോയി സുവിശേഷം എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി കുറച്ച് ഹിന്ദി ട്രാക്ട് ഉണ്ടല്ലോ, അവിടെ ഒരു അഡ്ബി എന്ന് പറയുന്ന ഒരു ചെറിയ കുറെ കടകളുണ്ട്, പുല്ല് കൊണ്ട് പറഞ്ഞ കുറെ കടകളുണ്ട്, ലൈറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഈ കടകളിലൂടെ നമുക്ക് ഇലയിലേ അങ്ങ് കൊടുക്കാം. അല്ല അവര് എന്താ ചെയ്യാനോ, വേറെ വഴിയൊന്നുമില്ല. ഇനി 30 ദിവസം നമ്മൾ കാത്തിരിക്കണമല്ലോ, നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. ദൈവത്തോട് കാര്യമെല്ലാം മണപ്പുറത്ത് വരുന്ന മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്നേ. അത്ഭുതം ഒന്ന് കേട്ടോണേ. അതാണ്, ഞാൻ അവിടെ ആദ്യത്തെ വീട്ടിൽ കയറി. ആദ്യം കടകളിൽ കൊടുത്തിട്ട് ഒരു ഗോവേണി, ഈ കോഴിക്കോട് ഏണി വെക്കുന്ന പോലെ ഏണി വെച്ച ഒരു വീട് കണ്ടു. അവിടെ ഒക്കെ ഞാൻ തുണയിലാ വീട് വെച്ചേക്കുന്നത്. ഞാൻ അവിടെ ചെന്നിങ്ങനെ മുട്ടിവിടാനും ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. അവര് കഴുത്തേലും കാതിലും ഒന്നും കാണുന്നില്ല. ഞാൻ ഹിന്ദി ചോദിച്ചു. ഞാൻ പറഞ്ഞത് യേശുവിനെ കുറിച്ചുള്ള ലഘുലേഖയാന്ന് പറഞ്ഞപ്പം അവർക്ക് ഹിന്ദി ശരിയായിട്ട് അറിയില്ല, മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൈസലോടെന്ന് പറഞ്ഞു. എന്നോടും പ്രൈസലോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ കൺസ്യൂമർ സൊസൈറ്റിയിലെ വർഗീസ് ബ്രദറാ, മാന്നാറുകാരാണ്. അവിടെ ഒറ്റ പെന്തക്കോസ്തുകാർ, ഒരു ക്രിസ്ത്യാനിയേ ഉള്ളൂ. അല്ല, ക്രിസ്ത്യാനികൾ വേറെ ഉണ്ട്, മറ്റേ പെന്തക്കോസ്തുകാരാ ഒരു കുടുംബമേ ഉള്ളൂ. അദ്ദേഹത്തെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞമ്മയാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇന്നലത്തെ ബോട്ടിന് സുവിശേഷം അറിയിക്കാനായിട്ട് വന്ന ആ ബോട്ട് പെട്ടെന്ന് ക്യാൻസലായി തിരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല, ഞങ്ങളത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, 12 മണി വച്ചാൻ ഇങ്ങോട്ട് വരും കഴിക്കാൻ, അപ്പം നമുക്ക് സംസാരിക്കാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാപ്പിയോ ചായയോ ഒക്കെ കുടിച്ചു വെച്ച് അവിടെ ഇരുന്നു. 12 മണിയായപ്പോൾ ആ ബ്രദർ വന്നു, വർത്താനമൊക്കെ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, കപ്പൽ എപ്പോൾ വരുന്നേ വരട്ടെ, ഇത് നിങ്ങളുടെ വീടാ, ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, ഭക്ഷണം ഇവിടെ കഴിക്കാം, ഇവിടെ നിങ്ങൾക്ക് പാർക്കാം. നോക്കണേ, ഞങ്ങളല്ലെങ്കിൽ എന്തോ ചെയ്തതിനും ദൈവം ഞങ്ങൾക്ക് അത്ഭുതകരമായി അവിടെ വാസസ്ഥലം ഒരുക്കി, ഭക്ഷണം ഒരുക്കി. അത് കഴിഞ്ഞ് 22ാമത്തെ ദിവസം ഒരു ബോട്ട് വരുന്നു എന്നറിഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ ബോട്ടിൽ കയറാനായിട്ട് അങ്ങ് കപ്പൽ ഹാർബറിൽ എടുക്കത്തില്ല, പണ്ടൂടെന്ന് പറഞ്ഞ ചെങ്ങാടത്തെ കയറി കടലിൽ പോകണം. രാത്രി 2 മണിക്കാ
ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാനിങ്ങനെ മുമ്പ് നിൽക്കുക, ഒത്തിരി പേരുണ്ട്. 3 രൂപ കൊടുത്ത് ടിക്കറ്റ് കൊടുത്താൽ പണ്ടുകൊണ്ട് കയറി അക്കരയ്ക്ക് അവിടെ പോയത്. കയറെ പിടിച്ചോണ്ട് ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ്, ഒരു പാസഞ്ചറിനും കൊണ്ടുപോകത്തില്ല, ഇപ്പോൾ തന്നെ കപ്പല് ഓവർ വെയിറ്റ് ആണ്, രോഗികളായിട്ടുള്ള 5 പേരെ മാത്രം കൊണ്ട്, ബാക്കി ആരെയും കൊണ്ടുപോകത്തില്ല. അവിടെ ഹൃദയം തകർന്നു. ഞങ്ങളെ അവിടുന്ന് മടങ്ങി ഞങ്ങളിങ്ങ് പോരുന്നു. പിന്നെയും അതേ വീട്ടിൽ തന്നെ മടങ്ങി വന്ന പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞപ്പം ഈ സൊസൈറ്റിയിലെ സാധനം വന്ന ഒരു കാർഗ ഷുപ്പർ അദ്ദേഹം ഞങ്ങളെ ക്രമീകരണം ചെയ്ത് ലേബേഴ്സ് എന്നുള്ളതിന്റെ കയറ്റി വിട്ടു. അല്ല, അങ്ങനെയാ സംഭവിച്ചത് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സാധാരണ ഈ കാർഗോ ഷിപ്പ് സാധനം ഉള്ളപ്പോൾ കുലുങ്ങത്തില്ല, സാധനം ഇല്ലെങ്കിൽ ഒത്തിരി ആടും, പാസഞ്ചേഴ്സ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. പിന്നെ അണ്ടമാൻസില് ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 75-ലാണ് മത്സമ്മയെ കൊണ്ടുപോകാനായിട്ട് കേരളത്തിൽ വരുന്നത്. ഇനി മത്സമ്മ ആദ്യത്തെ കപ്പൽ യാത്രയുടെ അനുഭവം പറയാം, അത് കഴിഞ്ഞ് ഞാൻ ബാക്കി പറയാം. ഞാ- 74 ജൂൺ മാസം 6-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞാണ് ദേവദാസന് അഡ്വാൻസിന് പോയത്. എൻ്റെ മാതാപിതാക്കന്മാര് സുവിശേഷ വേലക്കാരായിരുന്നു, CSIയിലെ ഉപദേശിയായിരുന്നു. ഞാൻ അതുപോലെ പത്യോപദേശത്തിലും എല്ലാം വളർത്തി. മൂത്ത മോളായോട് ദൈവവേലയ്ക്ക് വിടണമെന്ന് എൻ്റെ പിതാവിന് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു സുവിശേഷകനെ കൊണ്ട് എൻ്റെ മാതാവിന് എന്നെ എപ്പോഴും കാണണം. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ എൻ്റെ മാതാവ് പറഞ്ഞു, ഇന്ന വീട്ടിലൊരു ഉപദേശിയുണ്ട്, ആ ഉപദേശിക്ക് 3-4 ആമക്കളുണ്ട്, അതിലൊരാളെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് പറഞ്ഞതനുസരിച്ച് എൻ്റെ അമ്മാച്ചൻ പോയി ഈ പിന്നെ വിവാഹം ആലോചിച്ചു. അങ്ങനെ അത് 3-ാമത്തെ ആമക്കളിൽ 2-ാമത്തെ ആളാണ് പാസ്റ്റർ. അങ്ങനെ ആ വിവാഹം നടന്നു. അപ്പം അന്നത്തെ കാലത്ത് കുറച്ച് നടന്ന രാവിലെ പോയ ഉച്ച കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലും. അന്ന് ഇന്നിപ്പം 2-3 ബസ് മാറിപ്പോണം. പോരെ അങ്ങനെ പിടിച്ചു. 3 മാസം കഴിഞ്ഞപ്പം ദേവദാസൻ ആൻഡമാൻസിലേക്ക് പോകുന്നത് കേട്ടപ്പം എൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷം. പോയേച്ചു വരുമല്ലോ സുവിശേഷം വേല കഴിഞ്ഞു. അവസാനം പോയവരെല്ലാം തിരിച്ചു വന്നിട്ടും വന്നില്ല. പിന്നെ പറഞ്ഞ് എന്നെ കൂടെ കൊണ്ടുപോകാൻ വരുന്നതെന്ന്. എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖമായി പോയി. എനിക്ക് എപ്പോഴും കാണാമെന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇത്രയും ദൂരെ പോകുന്നതെന്ന്. അത് വലിയ ദുഃഖമായി പോയി. എങ്കിലും സുവിശേഷ വേലയ്ക്ക് വിട്ടതല്ലേ, സന്തോഷത്തോടെ തന്നെ അവർ പറഞ്ഞു വിട്ടു. മാതാവിന് വളരെ ദുഃഖം ഉണ്ടായിരുന്നാലും പപ്പ എനിക്ക് അത്രയും വിഷമമില്ല സുവിശേഷ വേലയ്ക്കായോണ്ട്. അങ്ങനെ പോയി മദ്രാസിൽ ചെന്ന് മദ്രാസിൽ നിന്ന് 6 ദിവസം പകലും 5 രാത്രിയും കപ്പലിൽ കിടന്നു. കിടന്നു അന്നത്തെ കാലത്ത്. 6 ദിവസത്തെ യാത്രയില് ചൂടുവെള്ളവും കാപ്പിയും അല്ലാതെ യാതൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, ഈ മാത്രം കഴിക്കത്തുള്ളൂ. കപ്പലെ കയറി കിടപ്പായതാണ്. അതുകൊണ്ട് ബങ്ക് ടിക്കറ്റ് കിട്ടി. ബങ്ക് ടിക്കറ്റിനകത്ത് വൃത്തികേട് ഒത്തിരി ഉള്ളത് കൊണ്ട് അവിടുന്ന് ഞങ്ങൾ മേളിൽ പോയി ടെറസിൽ പോയി കിടന്നു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞപ്പം പിന്നെ കടൽത്തീരം കാണുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അപ്പോഴാ തല പൊക്കി നോക്കിക്കഴിഞ്ഞപ്പം പിന്നെ ഒരു ദിവസം പകലൂടെ പോകണം. അങ്ങനെ പോയി ആൻഡമാൻസിലെ 6-ാം ദിവസം ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ ടോയ്ലറ്റും അവിടുത്തെ വെള്ളവും എല്ലാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് ദുഃഖമൊന്നും തോന്നിയില്ല. എങ്കിലും ഞങ്ങൾ അതെല്ലാം സഹിച്ച് ഞങ്ങൾ അവിടെ ജീവിച്ചു. പഴുതാരയും പാമ്പും അട്ടയും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്കത് പ്രശ്നമായില്ല. ഞങ്ങൾ അങ്ങനെ ജീവിച്ചു വന്നു. ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം തന്നു. അവരെയും ദൈവത്തിൽ തന്നെ വളർത്തുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. ആ ബുക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു. ആ ബുക്ക് ചുമതലയും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ കഴിഞ്ഞുകൂടി. കർത്താവിന്റെ ദാസൻ സമയം ലഭിക്കുമ്പോഴൊക്കെയും വെളിയിലെല്ലാം പോയി സുവിശേഷം ചെയ്യും. ബുക്ക് ഉണ്ടെങ്കിലും വെളിയിലെല്ലാം പോയി അങ്ങ് സുവിശേഷം ചെയ്യും. ആർക്കും ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല. പുള്ളിക്കാരൻ സുവിശേഷം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ കാണുന്നത് കിടക്കുക, അങ്ങ് പൊക്കോളും. അതൊരു സ്കൂട്ടറായാലും വണ്ടിയായാലും മോട്ടോർ സൈക്കിളായാലും അല്ലെങ്കിൽ സൈക്കിളായാലും എന്തിലായാലും പോകും, അല്ലെങ്കിൽ നടന്നോ ബസ്സിനോ പോകും. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളും വീടുമല്ല. അപ്പോൾ പിന്നെ അവിടെ വരുന്നവർക്ക് ബൈബിൾ കൊടുക്കാൻ ഒരു മാസം ചിലപ്പോൾ ഒരു ബൈബിളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അവിടെ ആർക്കും അധികം വേണ്ട, ആരും ആൾക്കാരില്ല അധികം വരാൻ. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ അപ്പോൾ പിന്നെ അത് നടത്തിക്കൊണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. അതിന് കുറച്ച് ജനറൽ ബുക്സ് കൂടെ അതിൻ്റെ കൂടെ വെച്ചപ്പം പബ്ലിക് വരാൻ തുടങ്ങി. സ്കൂൾ ടീച്ചേഴ്സുകാരും പിള്ളേരും ഒക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അവർ വരാൻ തുടങ്ങിയപ്പം
ഞങ്ങള് ആ അവരുടെ ആ ഗൈഡും ജനറൽ ബുക്സും എല്ലാം കൊടുക്കുമ്പോൾ അതിനകത്ത് ഓരോ ട്രാക്റ്റും കൂടെ വെച്ച് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് അവരറിയാതെ ഇവരുടെ കയ്യിൽ കൊടുക്കും. ചിലർ കോപിക്കും, ഇതെന്താന്ന് ചോദിക്കും. അപ്പം ഈ മറ്റുള്ളവർ എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് വലിയ വിഷമം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞ് അവർക്ക് കൊടുക്കും. അങ്ങനെ അനേകർക്ക് കൊടുക്കാൻ ഇടയാക്കി. പിന്നെ പലരും അവിടെ വരുമ്പോൾ ക്രിസ്ത്യൻ കാസറ്റ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ഏത് ഭാഷക്കാരനാ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചർച്ചിലേക്കൊക്കെ അവരെ വിളിക്കുകയും അങ്ങനെ പലരും സഭകൾ വന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയി. ഇതിനിടെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ മോളെ കൊണ്ടുപോയി ഞങ്ങള് പിന്നെ തിരുനെൽവേലി കൊണ്ട് 11ാം ക്ലാസ്സിൽ പഠിക്കാൻ വിട്ടു. അത് തന്നെ ആയതുകൊണ്ട് അവിടെ വിട്ടിട്ട് ഞങ്ങൾക്ക് രാത്രി സുശേഷ വേലയ്ക്കൊക്കെ പോയി ലേറ്റ് ആകുന്നുണ്ട്. വിട്ടിട്ട് ഞങ്ങൾ മടങ്ങി വരുമ്പം കപ്പൽ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം ദേവദാസൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി. അവിടെ ബോധം കിട്ടു. പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു വന്ന് ബെഡേ കിടന്നു. ആ ബെഡേ കിടപ്പ് ആ 3-4 ദിവസവും ആ കട്ടിലേ തന്നെ അങ്ങനെ കിടന്നു. അപ്പൊ അത് കഴിഞ്ഞ് ബോധം തെളിയുമ്പം ഞങ്ങളുടെ അടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ബോട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അയാളോട് ചോദിച്ചു, നിങ്ങള് പിന്നെ ഈ കപ്പലേൽ ഒരാൾ മരിച്ചു പോയാല് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ബോട്ടേലെ ജോലിക്കാരനല്ല, വേറൊരു ബോട്ടേലെ ജോലിക്കാരന്. അയാൾ പറഞ്ഞു, നിങ്ങൾ മദ്രാസിൽ നിന്ന് കപ്പൽ വിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മദ്രാസിൽ തന്നെ കൊണ്ടിറക്കും. അല്ല, പോർട്ട് ബ്ലെയറിനോട് ഒരു ദിവസം അടുത്താല് പോർട്ട് ബ്ലെയറിൽ കൊണ്ടെടുക്കും. ഇല്ല, നടിക്കടലിലാണെങ്കിൽ ഞങ്ങള് ഏത് മതക്കാരാണോ മരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു മതത്തിന്റെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പായ്ക്ക് ചെയ്ത് വെയിറ്റിട്ട് ആ സമുദ്രത്തിൽ തന്നെ ഇറക്കും. ഇതെല്ലാം ആ ബോട്ടിലെ ജോലിക്കാരനോട് ചോദിക്കുന്നതൊക്കെ കേട്ടോണ്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ആ സാഹചര്യത്തിലും ദൈവം ഞങ്ങളെ അവിടെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഒരു വില്ലേജ് ഞങ്ങള് പിന്നെ ഹിന്ദിക്കാരുടെ പ്രവർത്തിക്കാൻ പോയിച്ചു വന്നപ്പം ഒരു ദിവസം ദേവദാസന്റെ നാക്ക് തണുപ്പു. പിന്നെ കുറെ ദിവസങ്ങൾ സംസാരിക്കാതിരുന്നു. പിന്നെ ചർച്ചിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അച്ഛന്മാർക്ക് പ്രബോധനം കേൾക്കണം. അതുകൊണ്ട് ഇച്ചിരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും, എന്തെങ്കിലും അല്പം പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എനിക്ക് മാത്രം തിരിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല പല പിന്നെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. വളരെ രോഗം ഉണ്ടായി, ദുഃഖം ഉണ്ടായി. ഞങ്ങൾ ഒരു പഴുതാര കടിച്ചാൽ 24 മണിക്കൂർ നമ്മൾ നൃത്തം ചവിട്ടും, അത്രയ്ക്ക് വേദനയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ ദൈവം ഞങ്ങളെ നടത്തി. 3 കുഞ്ഞുങ്ങളെ ദൈവം തന്ന് അവരെ പഠിപ്പിച്ചു. ഇത്രയും ബാക്കി പിന്നെ ചർച്ച തുടങ്ങിയതും പിന്നെ സുവിശേഷ വേല ചെയ്തതൊക്കെ ദേവദാസൻ തന്നെ പറയും. ആ ഞാന് ആൻഡമാൻസിലെ അവിടെ 572 ദ്വീപുകളാണ്. അത് 39 ദ്വീപുകളിൽ ആളുകൾ പാർക്കുന്നു. അതിൽ 26 ഭാഷക്കാരുണ്ട്, 6 കാട്ടുജാതിക്കാരുൾപ്പെടെ. അപ്പൊ ഈ ദ്വീപുകളിലെല്ലാം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ഓർത്ത് കർത്താവ് പെട്ടെന്ന് വരുമല്ലോ, അവർ വരുന്നതിന് മുന്നമേ ഓടി നടന്ന് സുവിശേഷം അറിയിക്കാം. അപ്പൊ ഞങ്ങൾ അവിടെ മലയാളം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഹെബ്രോൻ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഭയോട് ചേർന്ന് ഞങ്ങളുടെ മിഷന്റെ റൂൾ അനുസരിച്ച് ഞങ്ങൾക്ക് സഭയൊന്നും ആരംഭിക്കാൻ അനുവാദമില്ല, പക്ഷേ സ്വന്തം സഭയ്ക്ക് എന്തും ചെയ്യാം. അങ്ങനെ ആ സഭയോട് ചേർന്ന് സൺഡേ സ്കൂളിലായാലും യൂത്ത് പ്രോഗ്രാം ആയാലും അതിലെല്ലാം ആരംഭിക്കാനും നടത്താനും ഇടയാക്കി. പിന്നെ ആ കുട്ടികളെ കൊണ്ടുപോയി ഓൾ ഇന്ത്യ റേഡിയോയില് യുവവാണി പ്രോഗ്രാം, ശിശുലോകം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ദ്വീപുകളിൽ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ ബാരട്ടാങ് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ ഞാൻ പോകുമ്പോൾ അവിടുന്ന് ഓറൽ കച്ച എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ 1-2 മാപ്പുണ്ട്. ഒരു മാപ്പുണ്ട്, 3-4 ഗ്രാമങ്ങളിൽ അവിടെ ഈ ലേബേഴ്സ് താമസിക്കുന്ന ക്യാമ്പുണ്ട്, ഫോറസ്റ്റാണ്. അപ്പൊ ഞാനിങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരു സഹോദരനും കൂടെ ഞങ്ങൾ നടന്നു ഒരു ജംഗ്ഷനിൽ ചെന്നു. അപ്പൊ ഒരു ചെറിയ കട, ഒരു പുല്ലുമര കണ്ടു. ഞങ്ങളിപ്പോ രാവിലെ ആ കടയിൽ നിന്ന് ഒരു 2 ദോശയൊക്കെ മേടിച്ചുകൊണ്ടാ പോയത്. പക്ഷെ ഈ വീട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇതിലെ നിങ്ങൾ 2 മണിക്കൂർ നടന്നാൽ 50-60 വീടുള്ള ഒരു ഗ്രാമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കടല. പിന്നെ നിങ്ങൾ തിരിച്ച് ഇതിലേ വന്നേ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? വഴി ചോദിച്ചിട്ട് ഞങ്ങൾ നടന്നു. കൊണ്ടുപോയ ദോശയെല്ലാം തീർന്നു, ഭക്ഷണമെല്ലാം കഴിച്ചു. വെള്ളം കുടിക്കാൻ പറ്റിയില്ല, ചുണ്ണാമ്പ് വെള്ളം. അപ്പോൾ ആ ഗ്രാമത്തിൽ പോയി സുവിശേഷം വരച്ച് ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ മണി 3:30 ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ദാഹത്തിൽ കുടിക്കാൻ വെള്ളമില്ല. അപ്പൊ ഞങ്ങളെ കണ്ട ഉടനെ ഈ ആദ്യം കണ്ട ജംഗ്ഷനിൽ കണ്ട ആ ചെറിയ പുല്ലുമരക്കാരൻ പെട്ടെന്ന് ഒരു ചാക്കെടുത്ത് നിലത്ത് വിരിച്ചു, 2 ഇല വെട്ടിക്കൊണ്ട് മുമ്പ് ഇടുന്നു.
മുമ്പിട്ട് എന്നോട് പറഞ്ഞിരിക്കേ, എന്താ പറ്റി? നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് എനിക്ക് ഒരു മനസ്സ് വലിയ പ്രേരണ. ഈ കാട്ടില് അണ്ടമാൻസിലെ കാടെന്ന് പറഞ്ഞാൽ 12 മണിക്ക് ആണെങ്കിലും നല്ല നല്ല ഇരുട്ടാ. അല്ല, അത്രയാ, സൂര്യപ്രകാശം ഒന്നും കിടക്കത്തില്ല. ഇപ്പോൾ ഇരുട്ട് പോലെ തോന്നുന്ന സമയം 3:30 മണിയായി. അദ്ദേഹം ഞങ്ങളെ വിളിച്ച് ഭക്ഷണമൊക്കെ തരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ? അതേ, 3 ദിവസം മുമ്പ് എൻ്റെ ഒരു കോഴിയുടെ കാലൊടിഞ്ഞു, കോഴിയുടെ ഒരു 3 കിലോ ഉണ്ട്. എനിക്ക് തന്നെ തിന്നാൻ പറ്റില്ല, എൻ്റെ കുടുംബവും ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങോട്ട് പോയാൽ തിരിച്ചിതിലേ വരുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് അത് വെട്ടി കറി വെച്ച് തരണം എന്നെനിക്കൊരു പ്രേരണ തോന്നിയതുകൊണ്ടാണ്. അന്നത്തെ ആ കോഴിക്കറിയുടെ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. വരണ്ട നിലത്തിലും ദൈവം വിശപ്പടക്കി ഓറൽ കച്ച കാട്ടിലൂടെ ദൈവം ഞങ്ങളെ നടത്തിയ വഴിയാണ്. ഞങ്ങൾ പിന്നെയുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 8 മണിയോടുകൂടെ ഗ്രാമത്തിൽ വീട്ടിൽ വന്നു ചേർന്നു. അപ്പം ഇങ്ങനെ ഒരിക്കൽ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിലെ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നീ ഇന്ന ഗ്രാമത്തിൽ പോകണം. അതായത് കാർബൻസ്കോ ബിഹാരി കോളനി. അവിടെ ഒത്തിരി 150-200 വീട്ടുകാരുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയി പരസ്യവും നടത്താറുണ്ട്. കർത്താവെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ എങ്ങനെയാ പോകുന്നത്? ഇല്ല, നീ തന്നെയാ പോകണം. അപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ഭയങ്കര മഴ. കർത്താവ്, ഇന്ന് മഴയാണ്, ഞാൻ പോകുന്നില്ല. പെട്ടെന്ന് മഴ അങ്ങ് തോർന്നു. പിന്നെ ഞാൻ സ്കൂട്ടർ എടുത്ത് ഒരു 4 കിലോമീറ്റർ വെച്ചു. പിന്നെയുള്ള റോഡെന്ന് പറഞ്ഞാൽ ഈ കുഴിഞ്ഞ് ട്രക്ക് പോയി കുഴിഞ്ഞ റോഡാണ്. അതിലൂടെ പോകാൻ അവിടെ ചെന്നപ്പോൾ പിന്നെയും മഴ. ഇങ്ങനെ വലിയ പ്രതികൂലം കഴിച്ച് ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ ഇങ്ങനെ മഴ അങ്ങ് മാറി. ഞാൻ എൻ്റെ ഹാൻഡ് മൈക്ക് അവിടെ ഫിറ്റ് ചെയ്തു. ഞാൻ അവിടെ ഒരു പാട്ട് പാടി, മുക്തി ദില ഈ ശുനാം ശാന്തി ദില ഈ ശുനാം പാട്ട് പാടി. അപ്പോഴ് മഴയത്ത് കുറെ ആൾക്കാരൊക്കെ, ഈ പിള്ളേരൊക്കെ കൂടി വന്നു. അവർക്ക് എന്നെ അറിയാം. പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ തലയിൽ തുണിയിട്ടുകൊണ്ട് മഴ നനയാതെ ആ വാതിക്കലിരിക്കുക. ഞാനപ്പം ഹം സബ് കി പാപു കി മിഠാൻ യേശു ആ ബലിദാനം എന്നൊരു കോറസ് പാടി ഉടനെ ഒരു മിലിറ്ററിക്കാരുടെ ശക്തിമാനിലൊരു ട്രക്ക് നിറച്ച ഈ ജവാന്മാരാ, മിലിറ്ററിക്കാരാ. ഞാനോട്ട് അവരങ്ങ് പോവായിരിക്കും. ആ വണ്ടി കൊണ്ടുവന്ന് ഞാൻ നിന്നിട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഡ്രൈവർ ഇറങ്ങി വന്നു. അപ്പൊ മിലിറ്ററിക്കാരൊരു 19 പേര് അതിനകത്തുണ്ട്. അവരും അവിടെ നിന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ ഇവർ പോകുന്നതിന് പോയി പാട്ട് ഒന്നുകൂടെ പാടാം, ഒരു പാട്ടിലൂടെങ്കിലും സുവിശേഷമാകട്ടെ. ഹം സബുക്കെ പാബുക്കെ മിഠാൻ ഈശുവാ ബലിദാൻ. അപ്പൊ അവരുടെ ഒന്ന് കേട്ടോണ്ടെന്ന് പാടി. ഈ ഡ്രൈവറൊക്കെ അവിടെ നിന്നു. 1 മണിക്കൂർ അവിടെ നിന്നു. 1 മണിക്കൂർ ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് എല്ലാവർക്കും ലേഖ കൊടുക്കാനിടയായി. അപ്പൊ ഞാൻ ഓർത്ത്, എന്തെങ്കിലും അവരുടെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു, അല്ലാതായിരിക്കും ദൈവം എന്നെ ആ അസമയത്ത് ഞാൻ തന്നെ പോയി ഒന്ന് സുവിശേഷം പറയാനായിട്ട് ദൈവം എന്നെ നടത്തിയത്. പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്കൊരു സൈക്കിളുണ്ട്. ആരംഭകാലത്ത് സൈക്കിളല്ല. ദൈവം മദ്രാസിൽ നിന്നൊരു ദൈവദാസൻ എനിക്ക് സൈക്കിൾ മേടിച്ച് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു. അതിന് ഒരു വഴിക്ക് കയറ്റം, ഒരു വഴിക്ക് ഇറക്കമാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു 2 വീലർ കിട്ടിയാൽ നല്ലതായിരുന്നു കർത്താവ്, എന്നെ സഹായിക്കണേ, എനിക്ക് ഇനിയുള്ള ഗ്രാമങ്ങളിലൊക്കെ പോകണേ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു സ്കൂട്ടർ മേടിച്ചു എന്നും പറഞ്ഞ് അതിൽ വേറെ ഇച്ചിരി പൈസ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ തന്നു. ഞാനൊരു മെക്കാനിക്കിനോട് പറഞ്ഞു, അയാൾ എന്നെ ഒരു കുറെ നാൾ പറഞ്ഞു, വാ, മിലിറ്ററി കോളനിയിൽ ഒരു വണ്ടി വിൽക്കാനിരിക്കുന്നു, പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം പുതിയൊരു ബജാജ് സൂപ്പർ. അപ്പോൾ 5 വർഷം മുമ്പേ ബുക്ക് ചെയ്തേ അത് കിട്ടത്തുള്ളൂ. ഈ കമാൻഡർ അത് ബുക്ക് ചെയ്തു. വന്നപ്പോഴത്തേക്ക് അയക്ക് ഡെറാഡൂണിലേക്ക് ട്രാൻസ്ഫർ, അവിടെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വിറ്റിട്ട് പോകണം. എനിക്ക് വലിയ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വേണം, എനിക്ക് തരണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവർ പറഞ്ഞു, ഇപ്പൊ തരത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി വരാം. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞെങ്കിലേ ആ പണം എനിക്ക് തന്നയാളുടെ പണം മെച്യൂർ ആവത്തുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തുള്ളൂ. അത് ഒരാഴ്ചയായി കിട്ടുമ്പോൾ ഞാൻ പൈസ എടുത്ത് വന്നപ്പോ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്, വണ്ടി തുടച്ച് മഞ്ഞൊരു സ്കൂട്ടർ. ഞാനത് അയാളെനിക്ക് മിഷണറി ആണെന്ന് പറഞ്ഞ് 500 രൂപ കുറച്ച് തന്നു, കൊണ്ടുവന്നു. ഞാൻ പിന്നെ ആ സ്കൂട്ടർ പഠിച്ചത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു വീട്ടിൽ പോയി. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു അക്രൈസ്തവ ഭവനത്തിൽ പോയി സുവിശേഷം പറഞ്ഞു. അവർ 2 പേര് രക്ഷിക്കപ്പെട്ടു. വളരെ സന്തോഷത്തോട് താഴെ വന്നപ്പോൾ വണ്ടിയില്ല, വണ്ടി മോഷണം പോയിരിക്കുന്നു. കാരണം ബജാജ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വരികയായിരിക്കും. ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല മഞ്ഞ കളറാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. വണ്ടി ഇവിടെ പോയി. എൻ്റെ തല കറങ്ങുന്ന പോലെ, ഭൂമിയെ കറങ്ങുന്ന പോലെ തോന്നി. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. ഞാനും ഭാര്യയും കൂടെ കയ്യെ പിടിച്ചു. കർത്താവേ, ഞങ്ങൾ ഇവിടെ സുവിശേഷം അറിയിക്കാൻ വന്നതാ, എൻ്റെ വാഹനം സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ. ഈ വണ്ടിക്ക് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടത്.
ഈ വണ്ടി എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോവാ, എനിക്ക് എൻ്റെ വണ്ടി ഇവിടുന്ന് തന്നെ കിട്ടണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അപ്പോൾ ഞങ്ങളുടെ പരിചയക്കാരൻ ഒരാളുടെ കാറയിലാണ് ഞങ്ങൾ പോയത്, വീട്ടിൽ പോയത്. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഒരു FIR അദ്ദേഹം പറയുക, SHO പറയാ, RTOയുടെ സ്കൂട്ടർ പോയിട്ട് 3 ആഴ്ചയായി, ഇതുവരെ കിട്ടത്തില്ല, നിങ്ങളുടെയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ സെർച്ച് ചെയ്യണേ നിങ്ങൾ പോയി സെർച്ച് ചെയ്തു, പോലീസുകാർ സെർച്ച് ചെയ്തും കണ്ട് ആരും പ്രതീക്ഷിക്കണം. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞോട്ട് പിന്നെ ഞായറാഴ്ച അവിടെ ഒരു പെട്രോൾ പമ്പേ ഉള്ള എൻ്റെ മനസ്സിൽ ചില പെട്രോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൊണ്ട് വീട്ടിൽ ഡ്രൈവർ തിരിച്ച് വീട്ടിൽ പോവാ. അതേ അവിടെ ചെന്ന് വിളിച്ചു, കുര്യൻ ഭാഷ ഓടി വാ, ഭാഷ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓ, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വെച്ചിടത്തു നിന്ന് തന്നെ ഞങ്ങൾക്ക് മടക്കി കിട്ടി. അത് ദൈവം ചെയ്ത ആ വണ്ടി ഞാൻ 22 വർഷത്തോളം ഞാൻ ഓടിച്ച് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഭാഗ്യത. അങ്ങനെ ആ ഒരു അത്ഭുതം അത് ദൈവം ചെയ്തു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വേറൊരു വലിയൊരു അത്ഭുതമാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ഹാൻഡ് മൈക്ക് വേണം. എനിക്കൊരു ഹാൻഡ് മൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ തൊണ്ട കൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ ഡൽഹിയിലൊക്കെ ഞങ്ങളുടെ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെ മീറ്റിംഗ് വിളിച്ചാൽ എനിക്ക് പോകാനൊക്കത്തില്ല. കാരണം കപ്പല് മാസത്തിൽ 1-2 ഉള്ളൂ. കപ്പൽ വരുമ്പോൾ മീറ്റിംഗ് കാണത്തില്ല. മീറ്റിംഗ് കഴിയുമ്പോൾ ദിവസത്തിലടുത്തൊന്ന് മീറ്റിംഗ് ഒന്നും കുടിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരിക്കൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ ആൻഡമാൻസിലെ വേലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു മൈക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇദ്ദേഹം പോയി എനിക്കൊരു ഹാൻഡ് മൈക്ക് മേടിച്ചുകൊണ്ട് വന്നു. 27 വർഷം ഞാൻ അതുകൊണ്ട് സുവിശേഷ വേല ചെയ്തു. 27 വർഷം. ഇത്ര ചെറിയ ആമ്പിളിക്കാർ വായനത്തിലാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് 2 ഹോൺ വെക്കാം, 1,500 പേർക്ക് സുഖമായിട്ട് കേൾക്കാം. അത് ക്യാപിറ്റൽ കമ്പനി. ഇന്നും ഞാൻ ഓർക്കുന്നു ദൈവത്തിന്റെ കരുതല് ഞാൻ ഓർക്കുക. അത് കഴിഞ്ഞ് എനിക്ക് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു പ്രൊജക്ടർ കിട്ടിയാൽ നല്ലതായിരുന്നു. ഈ ആളുകൾ TV ഒന്നും ഇവിടെ ഇല്ല, പഠിപ്പില്ലാത്തവരെ ഗ്രാമങ്ങളിലുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം എൻ്റെ സഹോദരന് ഒരു മിഷണറിയാ, പാമ്പാടിയില്ലാത്ത നേരത്തെ പഞ്ചാബിലാണ്. എൻ്റെ ഇച്ചിരി പൈസ ബാക്കിയോട് കൊടുത്ത് അദ്ദേഹം എറണാകുളത്ത് നിന്നൊരു 16 പ്രൊജക്ടർ മേടിച്ചു കൊടുത്തു. പ്രൊജക്ടർ ഒന്നായില്ല, ഇനി ഫിലിം വേണ്ടേ. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ക്യാമ്പസ് കോഴ്സുകാരുണ്ട്, അവരെനിക്കൊരു ജീസസ് ഫിലിം ഹിന്ദി കൊടുത്തയച്ചു. ഞാൻ അതുകൊണ്ട് ഒരു 200 ഇടത്ത് പോയി ജീസസ് ഫിലിം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ഇത് കാണിക്കാനായിട്ട് പോകുന്നിടത്ത് അത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മായാബന്ദർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ 14 ദിവസത്തെ പ്രോഗ്രാം, മിഡിൽ ആൻഡമാൻസ് മുതൽ ഇങ്ങനെ ഒരു വളരെ നീളമൊരു ഐലൻഡാണ്. 14 ദിവസം കൊണ്ട് അത് ഞാൻ കവർ ചെയ്യും. ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം എൻ്റെ കയ്യിൽ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ പ്രൊജക്ടറും അതും ഇതും ബൈബിളും മൈക്കും എല്ലാം കൂടെ കൊണ്ട് 18 കൂട്ടം സാധനമുണ്ട്. OIM-ന്റെ ഡയറക്ടറായി ആയിരുന്നു റിട്ടയറായ ജോൺസൺ ജോർജ് എൻ്റെ കൂടെ പ്രവർത്തിക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകണം. നേരം എടുത്തപ്പോൾ അദ്ദേഹം വിളിച്ചു, എനിക്ക് പനിയാച്ചാ, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ അന്നേരം തന്നെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വന്നേ പറ്റത്തുള്ളൂ. അത് ഏതായാലും വന്നു. ഞാൻ 6:15 ബോട്ടിൽ ഞങ്ങൾ പോയി. 3:30 അവിടെ ആൻഡമാൻസ് പോസ്റ്റൽ സർവീസ് ഒക്കെ മോശം, ആ ടെലിഫോണില്ല. പിന്നെ ബസ് പോകുമ്പോൾ ബസ്സിൽ എഴുത്ത് കൊടുത്തയക്കും. പിന്നെ ഇന്ന സ്ഥലത്ത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവർക്ക് അത് ആരെങ്കിലും കടയിൽ വരുമ്പോൾ കടക്കാർ കൊടുക്കും, അല്ലാതെ വീട്ടിൽ കൊണ്ട് കൊടുക്കത്തൊന്നുമില്ല. അപ്പൊ ഞാൻ മായാബന്ദർ പ്രവർത്തിക്കുന്ന ജെയിംസ് വർഗീസ്, IPCയുടെ പാസ്റ്റർ ജെയിംസ് വർഗീസ്, ഇപ്പൊ ഫിലദൽഫിയയിൽ അമേരിക്കയിൽ, അദ്ദേഹത്തിന് എഴുത്തെഴുതി ഞങ്ങൾ എല്ലായിടത്തും എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. അപ്പൊ എപ്പോൾ വരുമെന്ന് എഴുതിയില്ല, എഴുതിയാൽ കിട്ടത്തില്ല, ഉടനെ കിട്ടത്തുമില്ല. അപ്പൊ ഞാനിങ്ങനെ പ്ലാൻ എടുത്തോണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളവിടെ ബോട്ട് 3.5-4 പഠിച്ചിട്ട് ആരും ഹാർബറിൽ കാണുന്നില്ല. ഈ 18 കൂട്ടം സാധനം ഇങ്ങനത്തോ ചെയ്യും, മഴക്കാറുമുണ്ട്. അപ്പൊ അന്ന് രാത്രി പ്രോഗ്രാം ഇവരറിഞ്ഞില്ലേ, പിന്നെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ. ഞാനത് കഴിഞ്ഞിട്ട് അവിടുന്ന് സാധനം ഞങ്ങൾ 2 പേരും കൂടെ ഇറക്കി. പിന്നെ ഒരു ബസ് വന്നു, ബസ് ഞങ്ങൾ 2 പേരും കൂടെ കയറ്റി. പിന്നെ 2 കിലോമീറ്റർ ജെയിംസ് വാർസ് വീടിന്റെ അവിടെ കൊണ്ട് ഇറക്കി. അവിടെ ചെന്ന് നോക്കിയപ്പം ഞാൻ പെട്ടെന്നങ്ങ് പറയാ, അന്ന് പ്രോഗ്രാം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന ഹാൻഡ് മൈക്ക് ഓൺ ചെയ്താൽ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു, രാത്രി ഇവിടെ ഫിലിം ഷോ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു. അവരുടെ ചർച്ചക്കാരും കുറേ പേരെല്ലാം കൂടെ പോയി അനൗൺസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഇത്രയും ദൂരം വന്നതല്ലേ. ഓൺ ചെയ്ത് നോക്കിയപ്പം പടം വരുന്നുണ്ട്, ശബ്ദമില്ല. 3 പ്രാവശ്യം ഓൺ ചെയ്ത് ശബ്ദമില്ല. ഞാൻ ഇവിടെ റേഡിയോ അവിടുത്തുകാരൊന്നും കണ്ടിട്ട് പോലുമില്ല. ഞാനൊരു കാര്യം ചെയ്തു, പാസ്റ്ററെ ആ പ്രൊജക്ടറിന് മേലോട്ട് കൈവച്ചു, കർത്താവേ അപ്പൊ പിശാചുണ്ടോ പറഞ്ഞു, നീ അടച്ചു വെച്ചോ, നാളത്തെ ട്രെയിൻ കപ്പലിൽ നിനക്ക് തിരിച്ചു പോവാം. അപ്പൊ 14 ദിവസത്തെ പ്രോഗ്രാം
വീട്ടിൽ ഇറങ്ങിയപ്പോൾ മുതലേ പിശാച് തുടങ്ങിയതാ പോരാട്ടം. ഓക്കെ, ഞാൻ പ്രോജക്ടറിന് മേലെ കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഈ 14 ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു നട്ട് പോലും പോകാൻ പാടില്ല. ഇത് ശബ്ദം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്തപ്പം ശബ്ദവും വരുന്ന പിള്ളേരും കാണും. അന്ന് രാത്രിയിലത്തെ പ്രോഗ്രാം മായാമന്ദിറിലെ ഒരു ഈ കൗമാരുടെ ഒരു കോളനി ഒത്തിരി ആൾ കൂടുന്നിടത്ത് ഭയങ്കര ആൾക്കൂട്ടം കൂടി. പക്ഷെ മഴക്കാർ വരുന്നു, ഭയങ്കര മഴ വരുന്നു. എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് പോയി. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ കാറ്റാണ്, മഴയാണ്, ശാന്തമാകും. പക്ഷേ ഞങ്ങളത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വരെ മഴ പെയ്തില്ല. അന്ന് ദൈവം മഴയെ മാറ്റി തന്നു. അത് 7-ാം ദിവസം ഞങ്ങളുടെ ബില്ലി ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ വന്നപ്പോഴത്തേക്ക് സൈക്ലോൺ അനൗൺസ് ചെയ്തു. 4 ദിവസത്തേക്ക് കപ്പല് ബോട്ടൊന്നും പോകാൻ പാടില്ല, അതിഭയങ്കര മഴയും കാറ്റും. ആൻഡമാൻ സൈക്ലോൺ തുടങ്ങിയ. പക്ഷെ എനിക്ക് അന്ന് അവിടെ വിട്ടുപോയാൽ പിന്നെ ഇവിടോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഞാനൊരു വീട്ടിൽ ഇത് വെക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരു നടത്തിപ്പ് കാണുന്നില്ലെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു, ഒരു മലയാളികളാണ്. അപ്പൊ ഞാന് പറഞ്ഞു ശരി നോക്കാം. ഞങ്ങൾ അന്ന് പകല് മുഴുവൻ കൊടയും ചൂടിക്കൊണ്ട് ഈ മൈക്കും ബാഗിലിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു വൈകിട്ട് ഇവിടെ ഫിലിം ഷോ ഉണ്ട്, എല്ലാവരും വരണമെന്ന് വിളിച്ചുകൊണ്ട് നടന്നു. 4:30 ആയപ്പോൾ ഞങ്ങളെല്ലാം സ്ക്രീൻ കട്ടർ ഇവിടെ കിട്ടുന്ന അറിയില്ല, മഴ പെയ്യുക. അപ്പൊ അന്ന് കൺസ്യൂമർ സൊസൈറ്റിയുടെ ബുധനാഴ്ച അവിടുന്ന് അതിന്റെ മുമ്പിലോട്ട് പ്രൊജക്ട് വെച്ചിട്ട് റോഡിലോട്ട് അവിടെ ഒരു 100-200 വീടുകളുണ്ട്, റോഡ് സൈഡില്ല, കടകളുണ്ട്. കട സമയമായപ്പോഴത്തേക്ക് ആളങ്ങ് കൂടി. സ്ക്രീൻ ആദ്യമായിട്ട് കാണുക പ്രൊജക്ടറൊക്കെ റോഡിലോട്ട് ഇങ്ങനെ വെച്ചോട്ട് 2 സൈഡിലുള്ളവർക്ക് കാണാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അപ്പൊ ആളുകൾ വന്ന് കുടയും പിടിച്ച് വീടിയും പിടിച്ചിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കുട മടക്കും, ഈ കാണുന്ന മഴ പെയ്യത്തില്ല. പകലെല്ലാം അതിഭയങ്കരമായ മഴയാണ്, ഇപ്പോഴും ഭയങ്കര മഴക്കാറാണ്. അത് കഴിഞ്ഞു നിങ്ങൾ ആരും ഇവിടെ ബീഡി പിടിക്കരുത്. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ബീഡി പിടിക്കുമോ? മസ്ജിദിൽ പോകുമ്പോൾ പിടിക്കത്തില്ലല്ലോ. യേശു പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ അത്ഭുതം കാണിക്കാൻ വന്നാലെന്ന് കാണാൻ പോവാ. നിങ്ങൾ ഈ മഴ പെയ്യത്തില്ല. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നവരെ മഴ പെയ്യത്തില്ലെന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ പറയും. യേശു ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. പ്രാർത്ഥനയോടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ പാട്ട് തുടങ്ങി, പരസ്യവും കഴിഞ്ഞു. ഫിലിം 4 റീലുണ്ട്. സാധാരണ 3 കാണിക്കാറുള്ളൂ, അവിടെ 4 കാണിച്ചു. ഒടുവില് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ഒളിഞ്ഞിരുന്ന കുറെ മലയാളിക്കാരൊക്കെ ഓടി വന്നു. അയ്യോ എന്റെ ദൈവമേ, കുമ്പനാട്ടൊക്കെ മഴ പെയ്ത് നിർത്തിയ ദൈവദാസന്മാരെ കുറിച്ച് കേട്ടു. ആണ്ടവാഴ്ചയ്ക്ക് നടക്കുമെന്ന് ആരറിഞ്ഞു. പക്ഷെ ദൈവം മഴയെ മാറ്റി തന്നു. ഒക്കെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പ്രൊജക്ടറൊക്കെ എടുത്ത് ഒരു ബസ്സുകാരെ ഞങ്ങളെ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടുപോയിക്കാൻ. ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് എന്തൊരു ആൾക്കൂട്ടം ഞങ്ങളെ യാത്രയാക്കാൻ. ഞാൻ പറഞ്ഞത് ദൈവം ഞങ്ങൾക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ വളരെ വളരെ തുണയായിരുന്നു ഞങ്ങളെ നടത്തി. അങ്ങനെ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ വഴികള് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ വേറൊരു അയലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബൈബിൾ സൊസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ ആൾക്കാർ ബൈബിൾ മേടിക്കാൻ വരും. എവിടുന്നാ വരുന്നത് ഞാൻ ചോദിക്കും. അപ്പൊ അവരെപ്പോഴും പറയും കാലാപ്പാഹാണ്. എവിടെ കാലാപ്പാടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് മഞ്ചേരി ഹിന്ദിക്കാരാ, മഞ്ചേരിയാനാ. മഞ്ചേരി സെ ലൈൻഡേരാ സെ പാർ കർണേ സെ കാലാപ്പാഹാടെന്ന് പറയും. അപ്പൊ ഇതെവിടെ കാലാപ്പാഹാടൊന്ന് പോണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വേറെ ഒരു സുരേഷ് ഹോറോ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ എൻ്റെ പ്രവർത്തനത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ട അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഒരു വ്യാഴാഴ്ച, ഈസ്റ്ററിന്റെ സമയത്ത് വ്യാഴാഴ്ച ഞങ്ങള് മഞ്ചേരിക്ക് പോയി. ഇത് ശരിയായിട്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല. മഞ്ചേരി ചെന്ന് ബസ് ഇറങ്ങി. 11:30 അവിടെ ചെന്നിറങ്ങി. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് ആള് വന്ന്, അദ്ദേഹം ഗ്രാമം എന്നിടത്ത് ഫോട്ടോ എടുക്കുന്ന ആളാ. അപ്പൊ അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മഞ്ചേരിക്ക് പോവാ. അല്ല കാലാപ്പാഹാട് പോവാ. കാലാപ്പാഹാടോ? നിങ്ങൾ എങ്ങനെ പോവാ? അവിടെ വെള്ളം എടുത്തിട്ടുണ്ടോ കുടിക്കാൻ? അവിടെ വെള്ളമില്ല, അവിടെ ലൈറ്റ് ഇല്ല, അവിടെ ഭക്ഷണം കിട്ടത്തില്ല. ആകപ്പാടെ എൻ്റെ ഉള്ളം തളർന്നുപോയി. അപ്പൊ അവിടെ 2 പേരുടെ പേരെനിക്കറിയാം. ഞാൻ ആ പേര് കൊണ്ട് ആ പേര് ചോദിച്ച് അവിടെ ചെന്നു. ആ പേര് ചോദിച്ച് പോവാന്ന് കണ്ടൊക്കെ ചെന്നു. അപ്പൊ ഇയാൾ എന്റെ കൂടെ വന്നവരോട് പറഞ്ഞു നിങ്ങൾ മുമ്പോട്ട് വെക്കും, ഞാൻ പുറകെ വരാം. ഇയാൾ എന്നോട് അങ്ങ് നിരാശപ്പെടുത്തുക. പോകരുത്, നിങ്ങൾ പട്ടി കിടന്ന് ചത്തുപോകും, ചുണ്ണാമ്പ് വെള്ളമാ, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണം കിട്ടത്തില്ല, ഹോട്ടലില്ല. ശരി. അപ്പൊ ഞങ്ങൾ ഏതായാലും നടന്ന് 5 കിലോമീറ്റർ നടക്കണം. കടൽത്തീരത്തില്ല. കടൽത്തീരത്ത് വന്നപ്പോ ഒറ്റ വള്ളം മാത്രം കിടപ്പുണ്ട്. ആ വള്ളത്തേല് ഓടിക്കാൻ ആളുമില്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഈസ്റ്റർ ആയതുകൊണ്ട് ബീഹാർ ക്രിസ്ത്യാനികൾ അവിടുത്തെ ലേബേഴ്സ് അവരെല്ലാം പോയി,
ആരും ഇല്ല അവിടെ. ഇനി അവർ തിങ്കളാഴ്ച വരത്തുള്ളൂ. ഞങ്ങൾക്ക് പോകാൻ വണ്ടി വെള്ളമില്ല. അപ്പൊ ദൂരെ ഒരു ചെറിയ പുല്ലുവര കണ്ടു, അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചെന്ന്, ഞാൻ എൻ്റെ കൂടെ ഉണ്ട ആളിനോട് പറഞ്ഞു, ബാമക്ക് പോയി ഇച്ചിരി വെള്ളം കുടി. ഒരാൾ ഇവിടെ നിൽക്കുക, സാധനത്തിന് ഇടയ്ക്ക് നിൽക്കുക. അവിടെ ചെന്ന് വെള്ളം കുടിക്കാനായിട്ട് അവിടെ നിൽക്കുക. ഞാൻ ചെന്നു, ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരണം. ഇന്ത്യയിലാ പറഞ്ഞു. ഞങ്ങള് പാതിരിമാരാ, ഞാൻ കാലാപ്പാകട് പോകാൻ വന്ന വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുക. ഉടനെ അകത്തുനിന്ന് ഒരു ശബ്ദം, മൈക്കിൾ ജൽദി 15 പാനി പിലാവോ, അവർ ലോകോ പാർ കറാവോ. ഇതൊരു കലാപ്പഹാട്. ഇത് നമുക്ക് വേണ്ടി കരുതി വെച്ചെന്ന് പോലെ. ഞങ്ങൾക്ക് വെള്ളം തന്നു, ഞങ്ങൾ വെള്ളം കുടിച്ചു. പെട്ടെന്നായിട്ട് ലേബർ വന്നു, മൈക്കിൾ ഞങ്ങൾ 40 മിനിറ്റ് വെള്ളം കടലിലൂടെ പോകണം, പോകുന്നിടത്ത് കറണ്ടുണ്ട്. അത് തമിഴാൾ നോക്കി നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ നേരത്തെ പറഞ്ഞു ക്രമീകരിച്ചു തന്ന? അല്ല, അത് ഞങ്ങൾക്ക് ദൈവം ചെയ്തു തന്ന. അങ്ങനെ മറുകര കടന്ന ഞങ്ങൾ കയറുമ്പോൾ അവിടെ തടി വെട്ടി ചെങ്കാടം കെട്ടിയിട്ടേക്കും. അവത്തേല ഇറക്കുന്ന, കരയ്ക്ക് ഇറക്കത്തില്ല വെള്ളം. ഒരു ട്രക്ക് വന്ന് തടി ഇറക്കുക. പെട്ടെന്ന് ഈ മൈക്കിൾ കൈ അടിച്ചു. ഇപ്പൊ സാബിന്റെ ഡ്രൈവർ, ഈ വള്ളം പൂതുന്ന ആളാണ്, വള്ളം തുഴയുന്ന ആളാണ് മൈക്കിൾ എന്ന ഡ്രൈവർക്ക് അറിയാം. റുക്കോ സാബ്കാ ലോകാത്താ. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് 16 കിലോമീറ്റർ കാട്ടിലൂടെ പോകണം, അത്രയാ മുഴുവൻ. അവിടെ പോകണം. ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അന്നത്തെ ആ ട്രക്ക് കഴിഞ്ഞ പിന്നെ തിങ്കളാഴ്ചയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളവിടെ പോകാനായിട്ട് ഈ ചെങ്ങാടത്തോട്ട് ഇറങ്ങി, ഞാനും എൻ്റെ കൂടെ വന്ന ആളും കൂടി ഒരു ചവിടി ഇടയ്ക്ക് ഒരു തടി കെട്ടാതെ വെച്ചത്, ഒറ്റ കറക്കം. അയ്യോ, അന്ന് ഞങ്ങൾ കടലിൽ മുങ്ങിച്ചാകേണ്ടതാണ്. ദൈവം ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചു. കടലിൽ അവിടെ പോയി ആ ട്രക്കിൽ കയറി 16 കിലോമീറ്റർ ചെന്ന് ജോൺ കുജൂർ എന്ന ഒരാളുടെ വീട്ടിലാണ് പോകേണ്ടത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് ആശ്ചര്യം. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ്, എങ്ങനെ വരും, ബോട്ടില്ലാതെ എങ്ങനെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ആ 3 ദിവസം അതിശക്തമായ പ്രവർത്തനം അവിടെ ചെയ്തു. 2 പേരെ അവിടെ നിന്ന് കർത്താവിന് വേലയ്ക്ക് വേണ്ടി വേറെ തരുന്നു. അവിടെ ലൈറ്റ് ഒന്നുമില്ല, പിന്നെ വെറും ഗ്രാമമാണ്, വെള്ളം ചുണ്ണാമ്പ് വെള്ളമാണ്. കാലാപ്പാഹാട്, ദൈവം അത്ഭുതകരമായി കാലാപ്പാഹാട് ഞങ്ങളെ വഴി നടത്തി. അവർ ഞങ്ങളെ തിരിച്ചു ഒക്കെ മറുകര കടത്തി വിട്ടു. അങ്ങനെ പോയിരുന്നു. പിന്നെ എനിക്കവിടെ 5 മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഡിഗ്ലിപ്പൂര്, പിന്നെ ഒന്ന് തുക്കാപ്പൂര്, ഒന്ന് ബാരട്ടാങ്, ഭഗവത്തല, ഫറാഗഞ്ച്. അപ്പൊ ഞാൻ ഡിഗ്ലിപ്പൂരുള്ള മിഷണറിയെ കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ രാവിലെ പോവുകയാണ്. 4:15 ബസ്സിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പം ഈ അവിടെ ഈ ഇടയ്ക്ക് പോകുന്നിടത്ത് ഒരു 16-17 കിലോമീറ്റർ അല്ല 20 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഈ വനമേഖലയാണ്. അവിടെ ഒറ്റ വണ്ടിയായിട്ട് അയക്കത്തില്ല. അവിടെ ഈ ക്രൂരന്മാരെ അമ്പ ചെയ്യുന്ന കാട്ടുജാതിക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് കോൺവോയായിട്ട് പോകത്തുള്ളൂ. ഒരു 10-20 ബസ്സോ കാറോ ഒക്കെ ചെന്നപ്പോൾ മുമ്പിലത്തെ വണ്ടിയെ പോലീസുകാർ തോക്കും കൊണ്ടിരിക്കും, പുറകിലത്തെ വണ്ടിയിൽ തൂക്കക്കാരാണ്, തോക്കുകൊണ്ട് പോലീസുകാരായിരിക്കും. അങ്ങനെയാ പോവാറ്. എന്നിട്ട് വെഹിക്കിൾ ഫ്രീയെ വണ്ടി കയറ്റിയിട്ട് മറുകറി കടന്നിട്ട് പിന്നെയും ഒരു 2 മണിക്കൂർ പോയിട്ട് പിന്നെയും വെഹിക്കിൾ ഫ്രീ കയറി മറുകറി എങ്ങനെ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ ബോട്ട് സാധാരണ 3:30 മണിക്ക് ചെല്ലേണ്ടതാ, മായാബന്ധർ ചെല്ലേണ്ടതാ. അന്ന് ചെന്നപ്പോൾ 5:30 മണിയായി. പിന്നെ അവിടെ ബോട്ടില്ല. ആ ഗവൺമെന്റിന്റെ ഒരു വലിയ ബോട്ടാണ്, അത് പോയി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 9:30 ഉള്ളൂ. അതുവരെ അവിടെ മായാബന്ധർ നിൽക്കും. അപ്പം ഞങ്ങളുടെ ബസ്സിൽ വന്ന 23 പേര്, 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ. ഈ ഒരു വള്ളമാണ്, ഒറ്റ എഞ്ചിനുള്ള ഒരു വള്ളം, നമ്മുടെ സാധാരണ വള്ളം ഒറ്റ എഞ്ചിനെല്ലാം ഓടുന്ന ഒരു വള്ളം. ഈ മായാവറിയിൽ നിന്ന് കാളിക്കാട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 2.5 മണിക്കൂറാണ്, കടലിന്റെ സൈഡിൽ കൂടാ പോകുന്നത്. എല്ലാവരും കയറിയപ്പോൾ ഞാനും കയറി. അത്ര ഭയമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിശക്തമായ മഴ, അല്ല ആർമയം അങ്ങ് കറത്തു, ഓളം അങ്ങ് കൂടി. തിര വരുന്ന കണ്ടാൽ നമ്മളൊരു 10-15 അടി ഉയരത്തിൽ തിര വരുന്നു. എല്ലാവരും കൂട്ടക്കരച്ചില്ല. കന്യാസ്ത്രീകളെ മദർ തെരസയുടെ കുറിപ്പെട്ട സോഫിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവര് കൊന്തയെടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം മുമ്പില്. എൻ്റെ അസിസ്റ്റന്റ് എൻ്റെ മുമ്പില് അവൻ്റെ തലയിലൂട്ടാ വെള്ളം വീഴുന്നത്. വെള്ളം കോരിക്കലയും വെള്ളം വെട്ടുക. എല്ലാവരും കൂട്ടം കരച്ചില്ല. ഞാനും അവിടെ നിന്ന് സത്യത്തിൽ ദൈവത്തെ മനസ്സ് ഭയപ്പെട്ടു പോയി. ഇനിയിപ്പോ മുമ്പോട്ട് പോകാൻ പറ്റില്ല. 3 പെൺകുഞ്ഞുങ്ങൾ അനാഥമായി പോകും, ഭാര്യ വിധവയാകാൻ പോവാ. ഈ ബംഗാൾ ഉൾക്കുള്ള വെള്ളം കുടിച്ച് ചാകേണ്ടി വരുമല്ലോ. ഭയപ്പെട്ടിരിക്കുമ്പം പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ മേൽ വന്നു. എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡിഗ്ലിപ്പൂര് പോവാ. അവിടെ എന്തിനു പോവാ? സുവിശേഷം അറിയിക്കാനേ. എന്നാലേ ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. ആ യേശു ഞാനും ഇതുപോലുള്ള സാഹചര്യത്തിൽ കൂടെ പോയതാ. ഞാൻ നിന്നെ വെടിവെക്കാം. പെട്ടെന്ന് ഞാൻ നിന്നെയൊക്കെ പിടിച്ചോണ്ട്, എല്ലാവരും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അവിടെ വെള്ളത്തിൽ വീണാൽ മുതലയാ തിന്നുന്നത്, ശവം പോലും കിട്ടത്തില്ല. ഞാൻ എൻ്റെ കൈ പിടിച്ചോണ്ട് തന്നെ പിടിച്ചിട്ട് കൈ ഉയർത്തി ആകാശത്തെയും ഭൂമിയെയും
ബംഗാൾ ഉൾക്കടലിൽ സൃഷ്ടിച്ച നസ്രേന യേശുവിന്റെ നാമത്തിൽ കാറ്റ് അടങ്ങ്, കടലിൽ ശാന്തമാണ്. എന്റെ പാസ്റ്ററെ, അതൊരു പ്രാർത്ഥനയാന്ന് എന്തോന്ന് എനിക്കറിയില്ല. കാറ്റടങ്ങി കടലിൽ ശാന്തമായി. എല്ലാവരും എന്റെ കാലെ വന്ന് പിടിച്ച്, ഞാൻ പറഞ്ഞു ആരും അനങ്ങിപ്പോയിക്കല്ല. നമ്മൾ ബുദ്ധി ഈ ആ ബോട്ടിൽ ഒരു 10 പേർക്ക് കയറാം. വേറെ വഴിയില്ലാഞ്ഞോണ്ട് എല്ലാവരും കൂടെ കയറിയതാ. ഏതായാലും ഞങ്ങൾ മറുകരയുള്ളന്ന് എല്ലാവരും വന്ന് കൈ തരുന്നു. ഞാനതുവരെ അവരോട് സുവിശേഷം പറഞ്ഞു. പെട്ടെന്ന് ബസ് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 6 മാസം കഴിഞ്ഞ് പിന്നെയും ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ കന്യാസ്ത്രീകൾ എന്നെ കണ്ടു. അപ്പൊ എന്നാ വോട്ട് മേ പ്രാർത്ഥന കിയാ വാല പാതിരി ആപ്കാ നാം ക്യാ? ഞാൻ പറഞ്ഞതിന്റെ പേരിതാ. ഞങ്ങൾ പോയ എല്ലാ പള്ളികളിലും ബിഷപ്പിനോട് വരെയും പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന കേട്ടത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയത്. അത് അവരോട് പറയാനിടയായി തീർന്നു. അപ്പം അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വഴികളെ ഞങ്ങൾക്ക് വർണ്ണിപ്പാനാവതില്ല. അതുപോലെ കിടക്കുക. അപ്പം ഇങ്ങനെ സമയമായി പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബകാര്യം, എനിക്ക് ഞങ്ങളുടെ അണ്ടമാൻസിലാണെങ്കിൽ ഞാൻ ആരോട് കടം മേടിക്കത്തില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഞങ്ങൾ ദൈവത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുള്ളൂ. എൻ്റെ മൂത്ത മോള് 12ാം ക്ലാസ് പാസ്സായി. 12ിലോട്ട് കയറി. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിനൊരു സീറ്റ് വേണമല്ലോ. ആൻഡമാൻസിൽ അവർക്ക് നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ആൻഡമാൻ അലവൻസ് കിട്ടും, ഏത് ഗവൺമെന്റ് ജോലി കിട്ടും, എല്ലാവിധമായ ആനുകൂല്യങ്ങളും കിട്ടും. പക്ഷെങ്കിൽ അവര് ഓരോരോ ദ്വീപുകളിൽ 2 വർഷം വീതം സർവ് ചെയ്യണം. ആ ദ്വീപുകളിൽ 50 പേരോ 100 പേരോ 200 പേരെ കാണത്തുള്ളൂ. പിള്ളേരെ വിട്ടാൽ പിന്നെ പിള്ളേരെ തിരിച്ചു കിട്ടത്തില്ല. കാരണം ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാ ദ്വീപുകളിലും പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസ് അവരുടെ പിള്ളേരെയും കൊണ്ട്, പെൺപിള്ളേരെയും കൊണ്ട് ഓരോ കാലത്ത് ജോലി അപ്പോയിന്റ്മെന്റ് കിട്ടി പോവാ. ടീച്ചറായിട്ട് മറ്റേ ജോലിയായിട്ട് പോവാ. അപ്പനും അമ്മയും കൂടെ കാണും. വെള്ളം കടലിൽ കിടക്കത്തേ ഉള്ളൂ, കരയ്ക്കോട്ട് അടുക്കത്തില്ല. അപ്പം വെള്ളത്തിൽ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഒരു ഏണി വെച്ചിട്ടുണ്ട്. അതിന് താഴെ കയറ് കെട്ടിട്ടുണ്ട്, വല കെട്ടിട്ടുണ്ട്. പിന്നെ ഇറങ്ങുന്നത് പണ്ടുകൂണെന്ന് പറഞ്ഞ ഒരു ചങ്ങാടത്തല്ല ഇറങ്ങുന്നത്. ഇറങ്ങണമെങ്കിൽ ഇവരിറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് പണ്ടൂൺ തിരയിൽ അങ്ങ് താണു പോകും. അപ്പൊ ഈ കപ്പലുകാർ ഇപ്പം കൊച്ചിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കും. പിന്നെ പണ്ടൂർ പൊങ്ങി വരുമ്പോൾ അങ്ങോട്ട് വയ്ക്കും. ഇത് ഞാൻ കണ്ടു. എൻ്റെ ദൈവമേ, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാ. 3 പേരെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ പോകും ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവിടെ ചിക്കനും മീനും ഇറച്ചിയും ഒന്നും കിട്ടത്തില്ല. ഈ മറ്റു ദ്വീപുകളിലൊക്കെ കിട്ടണമെങ്കിൽ ഈ കപ്പൽ വരുമ്പം ആരെങ്കിലും വള്ളത്തേൽ പരിചയമുള്ളവർ വന്ന് പട്ടൂണെ കയറി ബോട്ടെ കയറി അകത്തെ കാന്റീനിൽ പോയി മേടിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പരിചയക്കാരൊക്കെ ആയി കഴിയുമ്പോഴത്തെ പിള്ളേരുടെ പരിചയക്കാരായി അങ്ങനെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിടത്തില്ല. ഞാൻ എൻ്റെ നാട്ടിൽ എത്ര വർഷം വീടിലും പാർത്ത് പ്രവർത്തിക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി തുറന്നു തരണമേ. ഞാൻ പല നഴ്സിംഗ് കോളേജിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു 36,000 രൂപ സെമിസ്റ്റർ ഫീസ്, 1.5 ലക്ഷം രൂപ അക്കാലത്ത് ഡൊണേഷൻ കൊടുക്കണമെന്ന്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ന്യൂസ് പേപ്പർ ഒന്നും വരത്തില്ല. പക്ഷെ ആരോ നാട്ടിൽ പോയി ചെന്ന് ഒരു മലയാള മനോരമ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നു. അത് എനിക്ക് പേപ്പർ കിട്ടി ആദ്യം മുതൽ അവസാനം വരെ വായിക്കും. അതിന്റെ തൊഴിൽ വീതിയിൽ ഡൽഹിയിൽ ഒരു കോളേജിനെ കുറിച്ച് കണ്ടു. അവിടെ 30 രൂപ അഡ്വാൻസ് ഇതിന് പ്രോസ്പെക്ടസിന് അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു. പക്ഷെ കപ്പലിൽ അത് വന്നപ്പോഴത്തേക്ക് ഇനി 10 ദിവസമുള്ളൂ മടങ്ങിച്ചല്ല. പെട്ടെന്ന് അത് വായിച്ച് കിട്ടാവുന്ന പേപ്പർ എല്ലാം കൂടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ റിപ്ലൈ ഒന്നുമില്ല. ഇത് ഏപ്രിലിൽ അയക്കുന്നത്. മെയ് ജൂണിലാണ് എക്സാം. ജൂൺ 27-ാം തീയതിയാണ് എക്സാം. പക്ഷെ മറുപടി ഒന്നും പറയാഞ്ഞുകൊണ്ട് എൻ്റെ ഒരാളിനെ പരിചയക്കാരോട് പറഞ്ഞു വിട്ടു. ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഞാൻ്റെ മാറ്റി ഇവിടെ ആപ്ലിക്കേഷൻ ഒന്നും വരത്തില്ല. അതുകൊണ്ട് ഇല്ല, അവർ അയച്ചെന്ന് പറഞ്ഞല്ലോ, എന്നാ മുറി കിടപ്പുണ്ട്, പോയി നോക്കാം. അവർ പോയി മുറി നോക്കിയപ്പോൾ എൻ്റെ അഡ്രസ്സ് കണ്ടു. കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കൊച്ചു എലിജിബിൾ വരാൻ പറയാൻ പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പം ഞാൻ കർത്താവ് ഡൽഹി വരെ അണ്ടമാൻ ചെന്ന് പോകാനോ ദൈവം എന്നോട് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. അപ്പൊ ഞാൻ ദൈവവചനം എടുത്ത് വായിച്ചപ്പോൾ എൻ്റെ വേദപുസ്തകത്തിൽ ഒത്തിരി സമയവും ഡേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ദൈവം എന്നോട് സംസാരിക്കാൻ ഡേറ്റ് എഴുതി വെക്കും. അന്ന് ദൈവം എന്നോട് പറഞ്ഞു 16-ാം സംഗീതത്തിന് 5-ാം വാക്യം, എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അളവതൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോളെ നിനക്ക് സീറ്റ് കിട്ടി. എവിടെ കിട്ടി? അത് കിട്ടിയെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 950 പേര് ടെസ്റ്റ് എഴുതാൻ വന്നു. കോച്ചിങ് ഇല്ലാതെ പോയത് ഈ മോള് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഞാൻ എന്നോടൊരാൾ പറഞ്ഞൊരു മെഡിക്കൽ എൻട്രൻസ് ബുക്ക് മേടിച്ചിട്ട് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്ത് കൊച്ചു പഠിച്ചു. ഞാൻ പറഞ്ഞു എഴുതിയതിന് ശേഷം കൈ ആ പേപ്പറെ എടുത്ത് വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ആമീൻ പറഞ്ഞിട്ട് പോരാൻ. ഞാൻ നോക്കിയപ്പം
ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. 39 പേരും എല്ലാവരുടെയും മാർക്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ 39 പേര് ആദ്യത്തെ സെലക്ഷൻ. പക്ഷേ അവരുടെ പ്രോസ്പെക്ടസിനകത്തൊരു ക്ലൂ ഉണ്ട്, അതാരും കണ്ടില്ല. അവരാരും പോസ്റ്ററിൽ അറിയിക്കത്തില്ല, ടെലിഫോണിൽ വിളിച്ച് പറയത്തില്ല, അവിടെ ഒന്ന് നോക്കിയെടുത്തോണം. അങ്ങനെ അങ്ങനെ എൻ്റെ മോക്കൊരു സീറ്റ് കിട്ടി. എൻ്റെ മോക്ക് സീറ്റ് കിട്ടിയത് മാത്രമല്ല, അവിടെ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട് കിട്ടി. അവിടെ ഒരു സ്ഥല കട്ടിലെല്ലാം ഫ്രീയാണ്. അത് 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 മാത്രമല്ല, അന്ന് രാത്രി ഞാൻ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഞാനിത് മടങ്ങി പോരുന്നു. അവിടെ റാഗിങ് പാടില്ല, പക്ഷേ 8 പിള്ളേർ വന്നു. 8 പിള്ളേരൊന്ന് മുട്ടി അണ്ടമാടിച്ച് നിന്ന് കൊച്ചു വന്ന് കാട്ടിയാതിയാണോ എന്നൊക്കെ അറിയാനായിട്ട് വന്ന് ഇവിടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ ചോദിച്ചു, നിന്റെ പേര് നാളെ എല്ലാം ചോദിച്ചു, നിന്റെ ഹോബി എന്താന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പാട്ട് പാടുന്നു. എന്നാൽ സിനിമയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് സിനിമാ പാട്ട് അറിയില്ല. പിന്നെ ഏത് പാട്ട് അറിയാം, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള പാട്ട് വെച്ച് പാടി പകുതി ആയപ്പോഴത്തേക്ക് അടുത്ത പിള്ളേർ 4-5 പിള്ളേർ ചേർന്ന് കമ്പിടി. അവർ മണിപ്പൂരുകാരായിരുന്നു, വിശ്വാസികളായിരുന്നു. അപ്പൊ ചോദിച്ചു, ബെറ്റ്സി എന്റെ പപ്പായ്ക്ക് എന്താ ജോലി? മിഷണറി. സോറി ബെറ്റ്സി, മിസ്റ്റർ ഒരു മിഷണറിയുടെ മോളോട് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത കടുകയായിപ്പോയി, സോറി. അവിടെ എന്നിട്ട് ചോദിച്ചു, ബെറ്റ്സി ബുക്കൊക്കെ മേടിച്ചോ? ഇല്ല. ഇനി പപ്പ മദ്രാസിൽ ചെന്നിട്ട് കപ്പലൊക്കെ കിട്ടി രണ്ടമാരി ചെല്ലുമ്പോഴത്തേക്ക് 1 മാസം എടുക്കും. ഓക്കെ, അങ്ങനെ അവിടെ ചെന്നിട്ട് പൈസ അയച്ചു തരുമ്പോൾ ഞാൻ മേടിക്കും. എന്നാ പപ്പായോട് പറ, ബുക്ക് മേടിക്കാനുള്ള ബുക്ക് ഞങ്ങൾ തന്നോളാം. അങ്ങനെ 1-ാം വർഷത്തെ ബുക്ക് 2-ാം വർഷത്തെ പിള്ളേർ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. അവൻ എന്നോട് പറഞ്ഞു, എന്താ നിന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നിനക്കുള്ള അളവ് പഠിച്ചു. അങ്ങനെ ആ കുഞ്ഞ് അവിടെ പഠിച്ചു. ദൈവം അതിനോട് കരുണ ചെയ്തു. 2-ാമത്തെ മോളെ ഞാൻ അവിടെ തന്നെ വിട്ടു. അവർക്ക് അവിടെ പോയി എൻട്രൻസ് കിട്ടി. ഞാൻ പറഞ്ഞിട്ട് ദൈവത്തെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും വിദേശത്ത് പോയാൽ ഒരു സഹായമായാലും എനിക്ക് ശുശ്രൂഷിക്കാൻ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. ആൻഡമാൻസിനെ ആർക്കും അറിയില്ല. ആൻഡമാൻസിലെ പ്രവർത്തനം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഇങ്ങനെയൊക്കെ എൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് പാസ്റ്റർ ഇത് നടന്നെന്താണെന്നറിയാമോ? എൻ്റെ 2-ാമത്തെ മോള് അവിടെ ഡൽഹിയിലെ അപ്പോളോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴ് എൻ്റെ പെങ്ങടെ മോളും അവിടെ ഒരുമിച്ച്. അവർക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നു. ഇന്റർവ്യൂവിന് വേണ്ടി ഒരു ഹോട്ടലിൽ പോകണം. അവിടെ ചെന്നു. അപ്പോൾ അതിനു മുമ്പ് ആൻഡമാൻസില് എൻ്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഇപ്പൊ ജോൺസൺ മേമന എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, ആ പാസ്റ്ററോട് പറഞ്ഞു, മോക്കിൽ നിന്ന് പ്രാർത്ഥിച്ചോണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവി ഒന്ന് പറയാ, പാസ്റ്റർ ഒരു വെള്ളക്കാരൻ മോളോട് ഗെറ്റിൻ എന്ന് പറയും, ഗെറ്റിൻ. ഓക്കെ, അപ്പൊ മോൾ ഇന്റർവ്യൂവിന് വേണ്ടി അവിടെ ചെന്നു. ആ പെങ്ങടെ മോള് കയറി. ഇവളവിടെ ഇങ്ങനെ പടമൊക്കെ കണ്ടോണ്ടിരിക്കുക. അവൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു വെള്ളക്കാരത്തി ഇറങ്ങി വന്ന് ചോദിച്ചു, അറിയോ നേഴ്സ്? അതെ. ഇന്റർവ്യൂ എന്താ കൊടുക്കാതെ എന്ന് പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് എനിക്ക് ഇന്റർവ്യൂ കാർഡ് വന്നില്ല, എന്നാല് ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഇവർ ഫോം എടുത്തുകൊണ്ട് കൊടുത്തു. അത് ഫില്ലപ്പ് ചെയ്തു. അവർക്ക് പെട്ടെന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ആദ്യത്തെ ഇന്റർവ്യൂ, എൻ്റെ പെങ്ങടെ മോളെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ സായി പറഞ്ഞു, ഗെറ്റിൻ അടുത്തയാൾ നെക്സ്റ്റ് വേൾഡ്. മോളെൻ്റെ 2-ാമത്തെ മോൾ അവിടെ കയറി ചെന്നു. അവർ വീട്ടിൽ വരുന്ന മുമ്പ് അവർക്ക് 2 പേരെ സെലക്ട് ആയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് വന്നിട്ട് അവർക്ക് നോട്ടീസ് കിട്ടി. സ്വർഗസ്ഥനായ ദൈവം എൻ്റെ 2-ാമത്തെ മോള് അങ്ങനെ ആദ്യമായിട്ട് ആ കമ്പനിക്കാർ തന്നെ കൊണ്ടുപോയി 6 മാസം അവരുടെ ചെലവിൽ കൊണ്ടുപോയി. ഞാനൊരു 10 രൂപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒത്തില്ല, കൊടുക്കാണ്ട് ദൈവം അത് അന്ന് അങ്ങനെ ആയിരുന്നു സാഹചര്യം. പക്ഷെ ദൈവം അവരെ കൊണ്ടുപോയി. അവിടെ UK പോയി ജോലിയായി. 2-ാമത്തെ മോളെ ആ ഹോസ്പിറ്റലുകാര് സെലക്ട് ചെയ്ത് അവരെയും അങ്ങനെ കൊണ്ടുപോയി പിന്നെ അമേരിക്കയിൽ പോയി അവിടെ ടെസ്റ്റ് എഴുതി ജോലി കിട്ടാനായിട്ട് ഇടയായിരുന്നു. മൂത്തയാള് ആദ്യം പോയത് 2-ാമത്തെ ആള്. 2-ാമത്തെ ആള് പറഞ്ഞു, പോയി 1 വർഷം കഴിഞ്ഞ ഉടനെ പറഞ്ഞു, പപ്പ നമുക്ക് വീടില്ലല്ലോ, നമുക്കൊരു വീട് മേടിക്കണം. നമ്മൾ മോളെ നീ എന്നെ കളിയാക്കാതെ. അപ്പോഴത്തെ ആൻഡമാൻസ് സുനാമി വന്ന് വലിയ കഷ്ടത്തിൽ ജനങ്ങൾ കിടക്കുക. അപ്പൊ എൻ്റെ ഒരു സ്നേഹിതൻ ബോംബെയിൽ നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു, ആൻഡമാൻസുകാരെ ഒന്ന് സഹായിക്കാനായിട്ട് വന്നതാ. അപ്പം എന്നാൽ അവളും ഞാനൊരു മീഡിയേറ്ററായിട്ട് നിന്നാൽ മതി ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ ആളുകളെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുക. 450 പേർക്ക് വീട്ടു സാധനങ്ങളെല്ലാം 10-23 പേർക്ക് വീട് വെച്ച് കൊടുക്കും. ഇങ്ങനെ തിരക്ക് നടക്കുമ്പോൾ മോളെ വിളിച്ചു പറയാം, പപ്പ കേരളത്തിൽ ഒരു വീട് മേടിക്കണം, നമുക്ക് വീടില്ല, ഇതുവരെയൊക്കെ സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ താമസിച്ച്. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ കളിയാക്കരുത്, ഞാനൊരു വീട് കണ്ടേച്ച് കൊടുക്കാൻ 5000 രൂപ എൻ്റെ അഡ്വാൻസ് കൊടുക്കാനില്ല. പപ്പ ഒന്ന് പോയി അന്വേഷിക്കുന്നു പറഞ്ഞു. ഏതായാലും അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തോട് എന്താ ചോദിച്ചെന്നറിയോ? ഞാൻ കേരളത്തിലൊരു വീട് വേണം, മെയിൻ റോഡിന്റെ സൈഡ് വേണ്ട, പക്ഷെ റോഡ് വേണം, പുതിയ വീടായിരിക്കണം, 2 നിലയായിരിക്കണം, ഗേറ്റും മതിലും വേണം, വെള്ളം വറ്റരുതേ. ഇത് പ്രാർത്ഥിച്ചിട്ട് വന്നു. കർത്താവേ,
അങ്ങ് എനിക്ക് തന്ന വീടാണെന്ന് അറിയാനായിട്ട് ആ വീടിന് മുമ്പിൽ ഒരു ഫലവൃക്ഷം വേണം. എൻ്റെ പാസ്റ്ററെ, ഞങ്ങളെ ഇപ്പം മോള് മേടിച്ച വീട് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ വള്ളക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്ന് 600 മീറ്റർ അകത്തോട്ട് നല്ല റോഡുണ്ട്. അതിൽ നമുക്ക് പിന്നെ കല്ലിശ്ശേരിക്കൊക്കെ ചെങ്ങന്നൂർക്കപ്പ അവിടെ 2 നില ഒരു വീട്, മതിലും ഗേറ്റുള്ള വീട്, കിണറിന്റെ വെള്ളം പറ്റത്തില്ല. മുമ്പിൽ ഒരു പ്ലാവേൽ 5-6 ചക്കയുമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പുറകിലൊരു മഞ്ഞ തെങ്ങിൽ ഇഷ്ടം പോലെ തേങ്ങായും. അപ്പം ദൈവം തന്നാന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തി അത്ഭുതകരമായി ഞങ്ങൾക്ക് അങ്ങനെ വീട്. ഞങ്ങളവിടെ താമസിക്കുന്ന നാട്ടിൽ വരും, അണ്ടമാൻസിൽ നിന്ന് വരുമ്പോൾ ഇപ്പോഴും ഈ പുസ്തക ട്രാൻസ്ലേഷന് വേണ്ടി 1 മാസം എവിടെയായിരുന്നു. അപ്പോൾ ആ ദൈവം ഞങ്ങൾക്ക് വീടിന്റെ കാര്യത്തിലൂടെ ക്രമീകരണം ചെയ്തു തന്നു. ഇങ്ങനെ ദൈവത്തിന്റെ നടത്തിപ്പുകൾ ഞങ്ങളുടെ ആയുഷ്കാലം. ഇളയ മോള് കാരുണ്യയിലാണ് കാരുണ്യയിൽ പഠിച്ചപ്പം കൊച്ചു തന്നെ അണ്ടമാൻസിലായിരുന്നു. പിന്നെ അവൾ തന്നെ ഇരുത്തിയിട്ട് പോകാനൊരു ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പിന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ചിലപ്പോൾ വെച്ച് ടി വി ഒക്കെ കാണുകൊണ്ട് മാത്തമാറ്റിക്സിന് മാർക്ക് കുറഞ്ഞു പോയി. അച്ഛനൊക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ 60% കിട്ടിയുള്ളൂ. ഇവിടെ ഒരു കൊച്ചനോടി ചോദിച്ചു, പപ്പയ്ക്ക് വലിയ ദുഃഖമായി പോയില്ലേ? ഞാൻ പറഞ്ഞു, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. തോറ്റില്ലല്ലോ, അത് സന്തോഷം. പക്ഷെ മാർക്ക് കൂടെ കിട്ടുമായിരുന്നു. പപ്പ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കാവും, എനിക്ക് മാത്തമാറ്റിക്സ് കുറച്ചുകൊണ്ട് പിടിക്കാം. ഞാൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരുനെൽവേലിയിലെ മിഷണറിമാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുണ്ട്, സ്കൂളുണ്ട്, സന്തോഷ വിദ്യാലയം. അവിടെയാണ് പഠിച്ചത്. പിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തണ്ടാന്ന് കണ്ടു. അവിടെ പഠിപ്പോൾ 95% മാത്തമാറ്റിക്സിന്. കാരുണ്യ ചെന്നപ്പോൾ 100%. അപ്പം ദൈവം നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നവനാണ്. മാത്തമാറ്റിക്സ് ഞാൻ ഒത്തിരി ക്രൂസൈഡ് നടത്തിയിട്ടുണ്ട്. തമിഴ് സംഘത്തിലും ആന്ധ്ര അസോസിയേഷനിലും ജംഗിളിയാട് സ്കൂൾ ഗ്രൗണ്ടിൽ അവിടെ ഹാരി കോമസിന്റെ ഒരു ക്രൂസൈഡ് നടക്കുമ്പോൾ ശനിയാഴ്ച രാത്രി മഴ വീണെന്ന് എല്ലാവരും പറഞ്ഞതാ. ഒത്തിരി പേര് വിളിച്ചോ, ഭാഷ ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? ഇല്ല, ഉണ്ട്. എന്റെ ദൈവത്തിന്റെ കവിയിൽ ആശ്രയിച്ച് ഞാൻ പ്ലാറ്റ്ഫോം വെച്ച് മുട്ടയെ കൊത്തി കൈ ഉയർത്തി അവിടെ നിന്ന് മഴയെ ശാസിച്ചു പ്രാർത്ഥിച്ചു. ആ മഴ അവിടെ വീണില്ല. വന്നവരൊക്കെ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്, ദൂരെ നിന്ന് വന്നവർ. അപ്പം മഴ ദൂരേക്ക് ചുറ്റുപാടും പെയ്തു, അവിടെ പെയ്തു. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു. ഇളയ മോള് പഠിച്ചു, പാസ്സായി. അപ്പൊ അവർക്ക് ഗോൾഡ് മെഡലിസ്റ്റാണ്, എംടെക്കിന് ഗോൾഡ് മെഡലിസ്റ്റാണ്, റാങ്ക് ഹോൾഡറാണ്. കല്യാണാലോചന വന്നു. അപ്പൊ അവർക്കൊരു പാസ്റ്ററെ മതി. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ കല്യാണം പാസ്റ്ററുമായിട്ട് നടത്തിയത്. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ഇവള് പേർക്ക് മോൻ പറഞ്ഞു, എനിക്ക് ദർശനമുണ്ട്, വിദേശത്ത് പോയി ശുശ്രൂഷ ചെയ്യാനുള്ള വഴി ദൈവം തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാമായപ്പോൾ ഒരാൾ എന്നോട്, എൻ്റെ ഒരു ഏറ്റവും അടുത്ത സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, ആ കൊച്ചുങ്ങളെ എന്തിനാ കാനഡയ്ക്ക് അയക്കുന്നത്? അവിടെ പോയി ജോലിയൊന്നും കിട്ടത്തില്ല. അവരെ അഡ്വാൻസിലെ സെല്ലുലാ ജെല്ലിയുടെ ഉള്ളം പൊട്ടിപ്പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അവർ ടിക്കറ്റ് വരെ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്താ ചെയ്യുന്നത്? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, 46 സംഘത്തിന് 5-ാം വാക്യം, ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അധികാരത്തിൽ ഞാനതിനെ സഹായിക്കും. അവരോട് വന്നു ഒരാൾ സ്നേഹിതരുടെ ഒരു വീട് അപ്പാർട്ട്മെന്റ് എടുത്തു കൊടുത്തു. അങ്ങനെ അവർ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കാനായിട്ട് നടന്നു പോകുമ്പോൾ അവരുടെ ഹയറിംഗ് എന്ന് എഴുതി വെച്ചു. അവിടെ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ ഹയറിംഗ് നടത്തുന്നത്? IT-ക്കാണ്, മോൾ IT-യാ. അപ്പോൾ ചോദിച്ചു, ഇന്ന് ലാസ്റ്റ് ഡേറ്റാ, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊന്നു? ഇല്ല, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത്. എന്നാൽ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. ഇന്റർവ്യൂ കൊടുത്ത് പക്ഷേ 93 or 95% മാർക്കുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊണ്ടാണ് വരുന്നത്. അധികാരത്തിൽ തന്നെ ദൈവം അവരെ സഹായിച്ചു. ഈ വചനവും സത്യം അതുകൊണ്ട് ഈ വചനത്തിനകത്ത് ഒത്തിരി ഡേറ്റും സമയമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അവനാണെങ്കിൽ ഒരു 5 പേര് വന്ന് വിളിച്ചു. പുള്ളിക്കാരന് UBSC പഠിച്ചതാ. പാസ്റ്റർ, ഞങ്ങൾക്ക് സഭയിൽ പാസ്റ്റർ ഇല്ല, വരാമെന്ന് വെച്ചു. വന്നു. ഇപ്പൊ ആ സഭയിൽ 150 പേരുള്ളായി. പറഞ്ഞത്, ഈ ദൈവം നമുക്ക് നീക്ക് ദൈവം എന്നോട് വാക്ക് പറഞ്ഞതുപോലെ ഞങ്ങളെ ഇത് അത്ഭുതകരമായി ഇതുവരെ നടത്തി. എനിക്കിപ്പോ വയസ്സ് 76 പോകുന്നു. സമയത്ത് വയസ്സ് 72 കഴിഞ്ഞു. ഞങ്ങളെ ഇത്രത്തോളം നടത്തി. ഇനി ഒത്തിരി അനുഭവം 56 വർഷത്തെ പറയാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. പാസ്റ്ററും മിസ്സസ് ശാന്തി സിസ്റ്റർ അല്ലേ സിസ്റ്ററിന്റെ പേര് ശാന്തി സിസ്റ്റർ, രണ്ടുപേരോട് ഞങ്ങളുടെ ഉള്ളം നിറഞ്ഞ നന്ദിയാ. ഉള്ളം നിറഞ്ഞ നന്ദിയോടെ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ഞങ്ങളെ അണ്ടമാൻസുകാർക്ക് അറിയത്തുള്ളൂ, വെളിയിലൊന്നും ആർക്കും അറിയില്ല.
കാരണം ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്കാണ് ദൈവം ഞങ്ങളെ അയച്ചത്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ 10 പേർ അറിയത്തക്ക നിലയിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു തന്നതിന് ഞങ്ങൾ രണ്ടുപേരും ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കും. ദൈവം താങ്ക് നമ്മളെ യു സഹായിക്കും. പാസ്റ്റങ്ങളെ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേൾക്കത്തില്ല. താങ്ക് യു ജീസസ്. 1 സെക്കൻഡ്. ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചായിരുന്നു നിങ്ങളെ, അതുകൊണ്ടാണ്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലിക കാലഘട്ടം പോലെ, പഴയ കാലം പോലെ കാറ്റും കടലും ഒക്കെ ശാന്തമാകുന്ന, മഴ നിൽക്കുന്ന അനവധി അനുഭവങ്ങൾ. സത്യത്തിൽ നമ്മളൊരു പക്ഷേ ഈ പറഞ്ഞ മെയിൻലാൻഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാനുള്ള സാധ്യത പോലും നമുക്ക് കിട്ടത്തില്ല. പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, അല്ലേ, ചലഞ്ചസ് കൂടുമ്പോഴാണ് അതെ അതെ നമുക്ക്. അതെ. കർത്താവ് വേറൊരു കാര്യം പറഞ്ഞേ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകും, എന്നാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ. കർത്താവിന് അവിടെ നമുക്ക് വേറെ ആരുമില്ല, വേറെ വഴിയൊന്നുമില്ല. കർത്താവ് ചെയ്തേ പറ്റുള്ളൂ. അതെ, പല ദേവദാസന്മാരും അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ഏഞ്ചലിക് വിസിറ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴല്ല ഏഞ്ചൽ വരുന്നത്. ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ ആ ദൂതന്മാരിറങ്ങി വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പോകണം. ഞാൻ ഈ ദൈവത്തിന്റെ വചനം എന്റെ ചെറുപ്പത്തില് ഭക്ഷണം കിട്ടാൻ വേണ്ടി വായിച്ച അപ്പനും ഭക്ഷണം തരണമെങ്കിൽ ബൈബിൾ വായിക്കണമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ കുറഞ്ഞത് 3 അധ്യായം, പ്രാർത്ഥന വായിക്കുന്നത് കൂടാതെ വായിക്കും. വൈകിട്ടും വായിക്കും 3 അധ്യായം. ഇപ്പോഴും വായിച്ചു, ഇന്ന് രാവിലെയും വായിച്ചു. അതെനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം എന്നോട് സംസാരിക്കുന്ന ഡേറ്റ് സമയം വെച്ച് അവിടെ എഴുതിയിടും. അത് തന്നെ കൊണ്ട് ഒരു പുസ്തകം, ഒരു വലിയ ലിസ്റ്റുണ്ട്. ദൈവം സന്ദർശിച്ചതും സംസാരിച്ചതുമായ വാചനം. ഇത് ജീവന്റെ വചനമാ. ഇത് അനുഭവം. ഇത് നമുക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു നിക്ഷേപമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പിന്നെ പുസ്തകം വന്നിട്ടുണ്ട്. അവൈലബിൾ ആകുന്നത് അങ്ങനെയാണ്. പുസ്തകം ഞാൻ എത്തിക്കാം. പക്ഷെ ഞാൻ കേരളത്തിൽ ഒന്ന് വന്നോട്ടെ. കാരണം ഞാൻ നമ്മൾ അയച്ചുതരാം. ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കും, ആ, ഈ പുസ്തകം ഇവിടെ ഇത് കുമ്മനാട് വരികയാണെങ്കിൽ ഹെബ്രോൻ ബൈബിൾ ബുക്ക് സ്റ്റാളിലുണ്ട്, ഡിവൈനിൽ കിട്ടും. പിന്നെ നാട്ടില് അല്ലെങ്കിൽ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറുണ്ട്. ഞാൻ നമ്പർ തരാം. നമ്പർ പറഞ്ഞോ? നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. നമ്മുടെ പ്രെയർ ലൈൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞാൻ ആ നമ്പറിൽ പാസ്റ്ററുകളുടെ നമ്പർ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഈ പുസ്തകത്തിന്റെ നമ്പർ തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പാസ്റ്ററുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യാം. സാധാരണ നമ്മൾ മലയാളം പുസ്തകം ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഗസ്റ്റിന്റെ നമ്പർ പിന്നെ നമ്മൾ പരസ്യപ്പെടുത്താത്തതിന്റെ ഒരു കാരണം തെറ്റായ ആളുകളുടെ നമ്പർ എത്താതിരിക്കാനാണ്. നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം ദോഷക്കാരാണെങ്കിലും നല്ലവരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളെ വിളിക്കാമെന്നുള്ളത് കൊണ്ട് അത് പബ്ലിഷ്ഡ് അതങ്ങനെ അങ്ങ് വെച്ചിരിക്കുന്നു. അപ്പോൾ പാസ്റ്ററുകളുടെ നമ്പർ ഞാൻ തരാം. പ്രെയർ ലൈൻ നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. വിളിക്കുക പോലും വേണ്ട, വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അത് അനുസരിച്ച് എന്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 8689822878. അത് സ്ക്രീനിൽ ഓൾറെഡി ഉണ്ട്. അത് കാണുന്നവർക്ക് അത് അറിയാം. അത് ആ നമ്പറിനകത്ത് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. മാസ്റ്ററുകളുടെ നമ്പർ വേണം അല്ലെങ്കിൽ പുസ്തകത്തിന്റെ നമ്പർ വേണമെന്നൊരു മെസ്സേജ് ഇടുക. ഞാനത് അങ്കിളുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് ആരൊക്കെ മെസ്സേജ് ഇടുന്നു അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് അവർക്ക് ഈസി ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്കിൾ തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. പറയാനെന്ന് പറഞ്ഞാൽ ഒത്തിരി വേണ്ട, പക്ഷെ സമയത്തിന്റെ കുഴപ്പമുണ്ട്. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ, ഈ പുസ്തകം വലിയ പുസ്തകമാണ്. ഒത്തിരി കാര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നിക്കോബാർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ അവിടെ ക്രിസ്ത്യൻസ് ധാരാളമുണ്ട്. പക്ഷേ അവർക്ക് ബൈബിള് ലഭിക്കാൻ ബൈബിൾ സൊസൈറ്റി കുറച്ച് ബൈബിൾ പ്രിന്റ് ചെയ്തു, പക്ഷെ കൊടുക്കാൻ ആളില്ല. അവിടെ എന്നെ അവർ കോണ്ടാക്ട് ചെയ്തു. ഞാനത് ചെവി അറിയാതെ അണ്ടമാൻസിൽ കൊണ്ടുവന്നു. കാരണം അറിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന കപ്പലെ കൊണ്ട് ഇറക്കണം. പക്ഷെ ഞാനൊരു കെബിയറിന് നിക്കോബാറിൽ തന്നെ വരുന്ന ഒരു കപ്പലിൽ ഇറക്കിച്ച് 195 വലിയ ബോക്സ് 10,002 ഇത്രയുള്ള ബൈബിൾ. നമ്മുടെ ഈ ബൈബിളിൻ്റെ കൂടെ അരവാശി കൂടെ ഉണ്ട്, അത്രയുള്ള ബൈബിള്.
ഞാൻ 15,000 ബൈബിൾ ഒരുമിച്ച് കൊണ്ട് കുമാരികൾക്ക് കൊടുത്തു. പിന്നെ ഒരു ചർച്ച്, ഒരു പ്രാർത്ഥിക്കാൻ വാടക വീട്ടിലൊക്കെ ആരാധന നടന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം വേണമല്ലോ. അപ്പം ദൈവം ഞങ്ങൾക്ക് ഒരു സ്ഥലം ഞങ്ങളുടെ ഒരു സ്നേഹിതൽ കൂടെ അത് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് അവിടെ എന്തോ എങ്ങനെയാ പണിയേണ്ടത്. അപ്പൊ ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനത്തിൽ ഞാൻ ആ പടം വരച്ചു വെച്ചു. എന്നിട്ട് കോൺട്രാക്ടറെ കാണിച്ചു. എന്നിട്ട് ഞാനത് പണിയിപ്പിച്ചു. ഞാൻ ഒരു പൈസ പോലും ആരോട് കടം ചോദിച്ചിട്ടില്ല. ആരോടും ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇഷ്ടികയും സിമെന്റും ഒന്നും കൊണ്ട് എനിക്ക് തരരുത്. നിങ്ങളത് ഇവിടെ പലർക്കും ഡിപ്പാർട്ട്മെന്റ് പരിചയം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കിട്ടുമായിരിക്കും. പക്ഷേ അവർക്ക് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ തന്നാലും എല്ലാത്തിനും കണക്ക് വെച്ച് എല്ലാ ഓഡിറ്റിങ്ങും ചെക്കും എല്ലാം നടത്തി ദൈവം പണിയിപ്പിച്ച ആരാധനാലയമാണിത്. ഇത് എത്ര എല്ലാവരും കാണുന്ന ഒരു എൻ്റെ മനസ്സിലെ ആദ്യത്തെ ഹിന്ദി പെന്തക്കോസ്ത് സഭയുടെ ഹാളാണ്. ഓക്കെ, അങ്ങനെ ദൈവം ആ ദേശത്ത് ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ സഭ തുടങ്ങിയത്. ഇന്നത്തെ മിഷണറി ആയിട്ട് അങ്ങനെ അതുകൊണ്ട് ഒത്തിരി കാലം മിഷണറി ആയിട്ട് എല്ലാ ദൈവങ്ങളും പോയി. കാലത്ത് നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരം വീട് പണി അത് ചെയ്തു. ഇപ്പൊ അവിടെ ആരാധിക്കുന്നു. അവിടെ ഇപ്പൊ പാസ്റ്ററും വേറെ ഐലൻഡില്ല, പഴയ ലിറ്റിലാൻഡ്മാൻ്റെ ഒരു പാസ്റ്റർ ഉണ്ട്. അവർ കുടുംബമായി അവിടെ താമസിച്ചു. ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടു, മിക്കവാറും അവരെ ഏൽപ്പിച്ചിരിക്കുക. ഓക്കെ, അത് തിരുവനന്തപുരക്കാരുടെ ഒരു പാസ്റ്ററാണ്. ദൈവം ഏൽപ്പിച്ചു, ഞാൻ എന്നെ ഏൽപ്പിച്ചു, വിശ്വസ്തയോടെ ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങള് ദൈവനാമത്വത്തിന് വേണ്ടി കർത്താവ് വരാൻ താമസമുണ്ടെങ്കിലാകട്ടെ, ദൈവം തന്ന ദർശനപ്രകാരാധപ്പാണ്. അപ്പൊ അവിടുത്തുകാരായ ആൾക്കാരും രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവത്തെ കൊട്ടായ്മ ആചരിക്കുന്നുണ്ട്. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് സാമ്പത്തികമായ സമീകരണമില്ലാത്തതുകൊണ്ട് ശരി, തൽക്കാലം ഈ ഒരു സഭ ഇനി അവരങ്ങോട്ട് സൂചിച്ചിട്ട് ഈ ഡിസംബർ 1-ാം തീയതി മുതൽ 26-ാം തീയതി വരെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു ഔട്ട്റീച്ച് ഉണ്ട്. ഏകദേശം 90 പരസ്യയോഗങ്ങള് മുറ്റത്ത് കൺവെൻഷൻ ഇതൊക്കെ നടത്തും. എൻ്റെ ലിസ്റ്റ് ഞാൻ അയച്ചുതരാം, പ്രാർത്ഥനയിൽ ഓർത്താൽ മതി, ഞാൻ വാട്സാപ്പിൽ അയക്കാം. അതെല്ലാ വർഷവും നടത്തി, ഈ വർഷവും നടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞങ്ങളിപ്പോഴും സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളുടെ സഭയാൽ ആവോളം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് പാസ്റ്റർക്ക് തന്നെ ഈ ഒരു സെഷൻ ആശീർവാദം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതോട് ബന്ധമില്ലാതെ വാഗ്ദത്തങ്ങൾ നല്ലൊരു പ്രത്യാശയില്ലാത്തിട്ടുമായിരുന്നു ഞങ്ങളെ. അവിടുന്ന് സ്നേഹിച്ചു, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു, വിശുദ്ധ വിളി കൊണ്ട് വിശ്വസ്തരം നേടി വേലയ്ക്ക് വിളിച്ചു. ഇന്നുവരെ കൂടെ ഇരുന്ന് നടത്തി. ചെറുതും വലുതുമായ ആവശ്യങ്ങള്, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള്, കുടുംബത്തിന്റെ ആവശ്യം, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സഹായിച്ചു. വേലയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ കർത്താവ് ചെയ്തു വന്നു. കർത്താവ് വാക്ക് പറഞ്ഞു, ലോകാവസാനത്തോട് ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞു. കർത്താവ് ഇതുവരെ കൂടെ ഇരുന്ന് നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദാവയുടെ എൻ്റെ മനസ്സിൽ ചെന്നിട്ട് 50 വർഷമായി. 11-ാം തീയതി നാളെ എൻ്റെ 76-ാമത്തെ ബർത്ത്ഡേയാ. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ക്രമീകരണം ഈ ശ്രേഷ്ഠദാസനിലൂടെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ക്രമീകരണമാണ്. കർത്താവെ, ഞങ്ങളെ അറിയുന്നവർ ലോകത്തിൽ കുറവാണെങ്കിലും കർത്താവെ, ഇത് വായിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ, ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ആളുകൾ അത് ഞങ്ങളെ അറിയുന്നു, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദേവദാസൻ പിന്നെ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. തന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ഈ കൊടുത്ത ദർശനത്തിനായിട്ട് സ്തോത്രം. അനേക ദൈവദാസന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നിന്റെ ദാസനെ അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ദാസനെയും ദാസിയെയും ദാനം ചെയ്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സഭയെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെയും അവരാരൊക്കെ ഏതെല്ലാം സാഹചര്യത്തിലാണല്ലോ ആണെങ്കിലും ഞങ്ങള് നടത്തിയ ദൈവം അവരെയും നടത്തണം. രോഗികളെ സൗഖ്യമാക്കണം. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണം. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണം. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നവരെ ദൈവം അത്ഭുതകരമായ വഴികളെ തുറന്ന് സഹായിക്കണം. ഈ സാക്ഷ്യം അവർക്ക് എല്ലാവർക്കും ഒരു വിടുതലിന് കാരണമാകട്ടെ. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണമേ. അടിയനും പരിശ്രമിക്കും. ഇങ്ങനെ അവസരം തന്നു ഞങ്ങള് പറഞ്ഞ സാക്ഷ്യം ദൈവമേ അങ്ങയുടെ നാമമഹത്വത്തിനായിരിക്കട്ടെ. ഞങ്ങളെ പ്രശംസിക്കാൻ ഞങ്ങൾ വെറും സാധാരണക്കാരൻ. കർത്താവിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഇനി എടുത്ത് ഉപയോഗിച്ചാട്ടെ. ഈ ദൈവദാസനെ കുടുംബത്തെ എടുത്ത് ഉപയോഗിച്ചാട്ടെ. ഇത് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നാം എവരോടും ഈ സാക്ഷ്യം കേൾക്കുന്ന എവരോടും
ഈ ശുശ്രൂഷ ചെയ്ത ദൈവദാസനോടും കുടുംബത്തോടും കൂടെ ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു Praise the പാസ്റ്റർ. Lord. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord. ഒരു പ്രാവശ്യത്തോടെ നന്ദി പറയുന്ന ആൻറ്റിയോടും അങ്കിളിനോട് നന്ദി പറയുന്ന അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി പാസ്റ്ററോട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പാസ്റ്ററോടും കുടുംബത്തോടും നന്ദി. ഞങ്ങളാണ് പാസ്റ്ററുകളെ നന്ദി പറയേണ്ടത്. കാരണം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കേൾക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് സ്തുതിയും നന്ദിയും കരറ്റുക. താങ്ക് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. കുഞ്ഞുങ്ങളൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ്.